നാരായണ. ഓക്കെ. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. സ്വസ്തി ശിവാജി ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. മമ്മിയൂരപ്പൻ്റെ മൂന്നാമത്തെ അതിരുദ്രവേദിയിൽ രണ്ടാമത്തെ പ്രഭാഷണമാണ്. ഒന്നാം ദിവസം വളരെ യാദൃശ്ചികമായിട്ട് അതിപ്രഗത്ഭനായിട്ടുള്ളൊരു പ്രഭാഷകൻ ശ്രീ ദുഷ്യൻ ശ്രീധർ അവരുടെ അസാന്നിധ്യത്തിൽ എനിക്ക് ശ്രീരുദ്രവും പഞ്ചാക്ഷരമഹിമയും എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം മമ്മിയൂരപ്പൻ അനുഗ്രഹിച്ചു തന്നു. അതിനുശേഷം വീണ്ടും ഇന്ന് ഇതാണ് ശരിക്കും ഷെഡ്യൂൾഡ് പ്രഭാഷണം, നിശ്ചയിക്കപ്പെട്ട പ്രഭാഷണം. അന്ന് ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും ഒരു വലിയ മഹാനദിയുടെ കരയിൽ കൂടെ ഇങ്ങനെ കുറച്ച് നേരം നടക്കാൻ സാധിച്ചു. ഇന്ന് പക്ഷേ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു വഴിയാണ്, കഥകളുടെയും ചരിത്രത്തിൻ്റെയും വഴിയാണ്. കഥകളെന്ന് പറയാൻ പറ്റില്ല, ചരിത്രത്തിൻ്റെ. അതിൽ ഐതിഹ്യ കഥകളുണ്ട്, വാമൊഴികളുണ്ട്. വാമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേട്ടറിയുന്ന ചരിത്രം, ഓറൽ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓറൽ ഹിസ്റ്ററിയും അതേപോലെ ശബ്ദം വല്ലാണ്ട് കയറി വരുന്നുണ്ട് അവിടെ നിന്നുള്ളത്. അത് ആരോടെങ്കിലും ഒന്ന് അല്ല അവിടുന്ന് അവിടെ കറക്റ്റ് അല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഫീഡ്ബാക്ക് വരുന്നുണ്ട്, ക്ഷമിക്കണം. ഒന്ന് അതായത് കുട്ടിക്കാലത്ത് മമ്മിയൂരപ്പൻ ജീവിതത്തിലേക്ക് വരണം എങ്ങനെയാ വെച്ചാൽ, ഈ പാലക്കാട്ടിൽ നിന്ന് വരുന്ന എനിക്ക്, കൊല്ലത്തിലൊരിക്കൽ അമ്മയുടെയും ഒക്കെ കൂടെ ഗുരുവായൂർക്ക് വരുന്ന എനിക്ക്, മമ്മിയൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടത്തേരിയത്തുകാവിൽ അമ്മയുടെ ആ വടക്ക് കിഴക്കേ കോണിൽ വന്നിട്ട് ചുമരിനോട് നോക്കി തൊഴണ ഏതോ ഒരു അജ്ഞാത ശക്തിയാണ്. മമ്മിയൂരപ്പൻ ആരാന്ന് എനിക്കറിയില്ല. എടത്തേരിയത്തുകാവിൽ അമ്മയുടെ വടക്ക് കിഴക്കേ മൂലയിൽ വന്നിട്ട് ചുമരിനെ നോക്കിയിട്ട് തൊഴുന്ന ഏതോ ഒരു അജ്ഞാത ശക്തി. ചിലപ്പോൾ കുളത്തിൻ്റെ അപ്പുറത്ത്, മതിലിൻ്റെ അപ്പുറത്ത് കുളത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ചുമരിൽ തന്നെയായിരിക്കാം. ഇങ്ങനെ പലവിധ ഭാവനകളും സങ്കല്പങ്ങളും ഉണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് തിരിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു 5-6 പ്രാവശ്യമൊക്കെ തിരിയുക. അത് എന്തിനാ തിരിയണം, അത് ആത്മപ്രദർശനമാണ്, അതൊന്നും അന്നറിയില്ല. എല്ലാവരും തിരിയണു, ഞാനും തിരിയണു. പിന്നെ ചിലർ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടാവും, വേറെ ചിലർ വേറെ ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടാവും, വേറെ ചിലർ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുന്നുണ്ടാവും. എവിടെ നോക്കിയാലും ഭഗവാനാണെന്നുള്ള ബോധവും നന്നില്ലല്ലോ. അപ്പോൾ മമ്മിയൂരപ്പൻ ആദ്യമായിട്ട് വരുന്നത് ആരെ നോക്കിയിട്ടാണ് ഈ തൊഴണമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ മമ്മിയൂരപ്പന് പേര് വരുന്നത്. ഇപ്പോൾ മമ്മിയൂരപ്പൻ എന്ന് പറയുമ്പോൾ അതൊരു ഇംഗ്ലീഷ് വാക്കല്ലേ, മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിലാണ് കുട്ടിക്കാലത്ത് ഭഗവാൻ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത്. പിന്നീട് കുറച്ചുകൂടെ മുതിർന്നപ്പോഴാണ് ഗുരുവായൂർ സ്ഥിരം വന്നു കഴിഞ്ഞാൽ വന്ന് തൊഴുന്നൊരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. രസമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുരുവായൂരപ്പൻ്റെയും ഈ മമ്മിയൂരപ്പൻ്റെയും ഇടയിൽ ഒരാളിരിപ്പുണ്ട്, ഒരു കണക്റ്റിംഗ് ലിങ്ക് ഇരിക്കുന്നുണ്ട്. ആ ആളെക്കുറിച്ച് ആരും ഒരു പ്രഭാഷണവും നടത്താറില്ല. അതാണ് എടത്തേരിയത്തുകാവിലെ ഭഗവതി. ഈ നാടിൻ്റെ തട്ടകത്തെ അമ്മയാണ്. ഇവിടെ ആദ്യം ഇരുന്ന ആളവളാണ്. അവളെ മറന്നിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ അമ്മയെ സാഷ്ടാംഗം നമസ്കരിക്കാം നമുക്ക്. ഭദ്രേ ശരണം. അഗ്നി ഭക്ഷിക്കണ കാളിയാണ്, സാധാരണ കാളിയല്ല. കൊടുങ്ങല്ലൂർ പോലും അഗ്നി നേദിക്കാറില്ല, മാടായിക്കാവിൽ പോലും അഗ്നി നേദിക്കാറില്ല. നമ്മളെ തീ തീറ്റിക്കല്ലേ ഭഗവാനെ എന്ന് പറയും. ഇത് നമ്മൾ അമ്മയെ തീ തീറ്റിക്കുക. ദിവസവും രാത്രി 30 ഉറുപ്പ്യ കൊടുത്തിട്ട് തീ തീറ്റിക്കുക. ഒരഴലിൻ്റെ പൈസ അതാണ്. അങ്ങനെ അഗ്നി ഭക്ഷിക്കണ കാളി.
വിഷ്ണു സഹോദരി, ഭദ്രകാളി എന്നുള്ള സങ്കല്പത്തിൽ ഉപരിയായിട്ട് വിഷ്ണു സഹോദരിയും ശിവപത്നി എന്നുള്ള സങ്കല്പമാണെന്നാണ് ഗുരുവായൂർ ദേവപ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം വെളിച്ചപ്പാട് ഒരുപക്ഷെ എൻ്റെ ഉടപ്പിറന്നോനെ എന്ന് പറഞ്ഞ് വിളിക്കണത് ശ്രീകോവിലേക്ക് നോക്കിയിട്ട് ഗുരുവായൂർ. അങ്ങനെയുള്ള പഴയ രേഖകളിൽ കുരുമ്പക്കാവ് തന്നെ കാണുക, കുരുമ്പക്കാവ് തന്നെ കാണുക പഴയ രേഖകളിൽ. ഇന്നത്തെ സാത്വിക പൂജയൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. നമ്മളിന്നൊക്കെ ഓർക്കാനും പറയാനും മടിക്കുക, ചർച്ച ചെയ്യാൻ മടിക്കുന്ന, പേടിക്കുന്ന കാര്യങ്ങളാണ് ആ ക്ഷേത്ര സങ്കേതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പകൽ നേരത്ത് പോലും വഴി നടക്കാൻ ആൾക്കാർ ഭയക്കുന്ന വിധത്തിൽ രൗദ്രതയുള്ള അമ്മ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. ഗുരുവായൂരും മമ്മിയൂരും തമ്മിലുള്ള ആത്മബന്ധം, ക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രങ്ങളും തമ്മിലുള്ള ആത്മബന്ധം എന്നുള്ള ഈ വിഷയം നിശ്ചയിച്ച ബഹുമാനപ്പെട്ട മനോരമ വേണുവേട്ടൻ, രാമയ്യർ പരമേശ്വരൻ, അതേപോലെ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ പ്രകാശസ്വാമി, ഇവർ 3 പേരാണ് ശരത്ത് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. എടുത്താൽ പൊങ്ങാത്ത വിഷയം, എടുത്താൽ പൊങ്ങാത്ത വിഷയം, ഭയങ്കര അപകടം പിടിച്ച വിഷയം. എന്തുകൊണ്ടാ വെച്ചാൽ ഐതിഹ്യം പറഞ്ഞാൽ രസമായിരിക്കും, ചരിത്രം പറഞ്ഞാൽ നമ്മൾ കരയും. അപ്രിയ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് എപ്പോഴും ശത്രുക്കൾ എന്ന് പറയുന്നതും അപകടം ഉണ്ടാക്കുന്നതും ഉപദ്രവങ്ങൾ ചെയ്യുന്നതും പുറത്തുള്ള നമുക്കറിയാത്ത ഏതോ ഒരു അജ്ഞാതനാണെന്നാണ്. പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാർ. അപ്പോൾ എല്ലാം വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കലുണ്ടാവില്ല, എന്നെ എറിഞ്ഞോടിക്കും, കരച്ചിൽ വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഭഗവാന്മാർ അനുഭവിച്ചിട്ടുള്ളത് ആലോചിച്ചാൽ, സംസ്കാരം എന്നുള്ളത് പോട്ടെ, ആ ഭഗവാന്മാരെ 2 വ്യക്തികളായിട്ട് കാണുക. ഒരാൾ പ്രാണപ്രതിഷ്ഠ ചെയ്ത് വളർത്തിയെടുത്ത മറ്റൊരാൾ. ശിവനും വിഷ്ണുവും എന്ന് പറയുന്ന ആ മഹാശക്തികൾ സമന്വയിപ്പിച്ച് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ സങ്കല്പം ഉണ്ടാക്കിയിട്ടുള്ള നാടാണിത്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ പരശുരാമസ്വാമിയുടെ മക്കളാണ്, പരശുരാമസ്വാമിയുടെ കുട്ടികളാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിലൂടെ 1-ാം ദിവസം പറഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ അവതാരം, മഹാദേവൻ്റെ ശിഷ്യൻ. സ്പർദ്ധ ഗുരുവായൂർ പ്രത്യേകിച്ചും പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഗുരുവായൂരപ്പനെ തൊഴുതാൽ മമ്മിയൂരപ്പനെ തൊഴാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കരുത്, മമ്മിയൂരപ്പനെ തൊഴുതാൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പാടില്ല എന്നും പ്രചരിപ്പിക്കരുത്. രണ്ടിനെയും വെവ്വേറെ കാണരുത്. രണ്ടും ഒരേ ചൈതന്യത്തിൻ്റെ 2 രൂപങ്ങളാണ്. ഗുരുവായൂർ ശ്രീകോവിലിൻ്റെ അകത്ത് ശിവലിംഗവും ശിരസിൽ താമരയും ധരിച്ച് നിൽക്കുന്ന കണ്ട ആളെ എനിക്കറിയാം, പ്രത്യക്ഷ അനുഭവമാണ്. ഞാൻ നിൽക്കുകയാണ് സംഭവിച്ചത് 7-8 കൊല്ലം മുമ്പ്. അയാൾക്ക് ഹാലൂസിനേഷൻ ഒന്നും ഉണ്ടായതല്ല. അയാൾ ഇതെന്തായി കാണണമെന്നാണ് ചോദിക്കണം അവിടെ നിന്നിട്ട്. അയാൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അയാളൊരു സാധാരണക്കാരനാണ്. എന്തോ ഭാഗ്യത്തിന് അയാൾക്ക് ചിത്തഭ്രമം സംഭവിച്ചില്ല. അദ്ദേഹത്തിൻ്റെ എന്തോ പൂർവ്വ കർമ്മഫലം കൊണ്ടായിരിക്കാം അത്ര ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല കർമ്മഫലങ്ങളുണ്ടല്ലോ, ഒരു പുണ്യഫലം, അങ്ങനെ കാണാൻ സാധിച്ചു. ആ ഐക്യം മനസ്സിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ കഥ കേൾക്കാൻ. ഐക്യം മനസ്സിൽ പിടിച്ചു നിർത്തിയിട്ട് വേണം ചരിത്രവും ഐതിഹ്യവും കഥകളും വാമൊഴി അതും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കഥ കേൾക്കാൻ. ഇപ്പം നമ്മൾ വില്ലുമംഗലം എന്ന് ധാരാളം പറയുന്നുണ്ട്. വില്ലുമംഗല സ്വാമി കാണാത്തതായിട്ടും പോവാത്തതായിട്ടും ഒരു അമ്പലം കേരളത്തിൽ ഉണ്ടാവില്ല. വില്ലുമംഗലം ശരിക്കും ഒരാളല്ല, 3 ആൾക്കാരാണ് വില്ലുമംഗലം. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാ. ഒരു വില്ലുമംഗലം ലീലാശുകൻ എന്നുള്ള പേരിലുള്ള വില്ലുമംഗലം, അദ്ദേഹം സ്വന്തം കണ്ണ് കുത്തി പൊട്ടിച്ച ആളാണ്. കാരണം അദ്ദേഹത്തിന് സ്ത്രീ വിഷയം വളരെ പ്രശ്നമായിരുന്നു. സ്ത്രീകളെ കാണുന്നതിൽ കൊണ്ട് തൻ്റെ മനസ്സിളകി, തൻ്റെ മനസ്സിൽ ദുർവിചാരങ്ങൾ വരണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം കണ്ണാണല്ലോ അതിന് കാരണം എന്നുള്ളതുകൊണ്ട് കണ്ണ് കുത്തി പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് എഴഞ്ഞും വലിഞ്ഞും വൃന്ദാവനത്തിലേക്ക് കയറി. അദ്ദേഹമാണ് ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയ ആൾ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ എന്ന് രാത്രി തൃപ്പുകയ്ക്ക് അവിടെ പാടാറില്ലേ, അതെഴുതിയ ആൾ അദ്ദേഹമാണ്. അദ്ദേഹം അതിൽ ഗുരുനാഥൻ്റെ സ്ഥാനത്ത് ചിന്താമണി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ കാമുകിയായിരുന്ന ഒരു സ്ത്രീയാണെന്ന് പറയും. വാസ്തവത്തിൽ എന്തായി ചിന്താമണി? ചിന്താമണി എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരനാണ്.
ചിന്താമണി അർദ്ധനാരീശ്വരനാണ്. അദ്ദേഹം ഭഗവാനെ ഉപാസിച്ചിരുന്ന രൂപമാണ് ഗുരുവായൂരിലെ യഥാർത്ഥ ചൈതന്യ സ്വരൂപം, ഗോപാലസുന്ദരി എന്ന് പറയും. ശ്രീചക്രത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന മഹാവിഷ്ണുവാണ്, സാധാരണ രൂപമല്ല. അപ്പം അങ്ങനെ ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കണമെങ്കിൽ സാധാരണ ഒരാൾക്ക് സാധിക്കില്ല. ശ്രീചക്രം സൃഷ്ടിച്ച മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ. ശ്രീചക്രം സൃഷ്ടിച്ച ആൾ മഹാദേവനാണ്. ആ യന്ത്രം കണ്ടുപിടിച്ച, ഇൻവെൻ്റ് ചെയ്തത്. പ്രപഞ്ചത്തിൻ്റെ ഘടനയെ മുഴുവൻ ഈ കുറച്ച് കള്ളികളുടെ അകത്ത് ഒതുക്കിയിട്ട് അതിനെ പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹം അമ്മയോട് പറഞ്ഞാണ് 119 മാർഗ്ഗങ്ങൾ അത്രയേ ഉള്ളൂ, അതിൻ്റെ മുകളിലേക്ക് വേറെ എന്ത് ചെയ്തിട്ടും മനുഷ്യന് സാക്ഷാത്കാരം കിട്ടില്ല അവർ. അപ്പോൾ അമ്മ ചോദിച്ചു, അതെങ്ങനെ അങ്ങേക്ക് പറയാൻ പറ്റുക? ഭഗവാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, നീ വേണമെങ്കിൽ നോക്കിക്കോ. അമ്മ ശ്രമിച്ചു നോക്കി, 119 120ാമത്തെ മാർഗ്ഗം വർക്കൗട്ട് ചെയ്യാൻ കുറേ ശ്രമിച്ചു നോക്കി, നടന്നില്ല. കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ 119 ചക്രങ്ങളാണ്. ആ 119 ചക്രം, നമുക്ക് 7 ചക്രത്തിനെ കുറിച്ച് അറിയുള്ളൂ, ഭഗവാന് 119 ചക്രങ്ങൾ അറിയാം. ആ 119 ചക്രങ്ങൾ വഴിയേ പുറത്തേക്ക് ഔട്ട്ലെറ്റ് ഉള്ളൂ, അകത്തേക്ക് ഔട്ട്ലെറ്റ് ഉള്ളൂ, ഇൻലെറ്റ് ഉള്ളൂ. അങ്ങനെ ഉള്ള മഹാദേവൻ അദ്ദേഹം പ്രതിഷ്ഠിച്ച ഒരു പുണ്യഭൂമി അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥാനമാണ് ഗുരുവായൂർ ക്ഷേത്രം. നമ്മളിതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ 2 ബോർഡുകൾ ഇംഗ്ലീഷിലുണ്ട്. ആഫ്റ്റർ ദ ഡെല്യൂഷ് വെൻ ദ്വാരക സബ്മേർജ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഐതിഹ്യ കഥകൾ 2 ബോർഡുകളിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3229 BC, 3229 3229 വർഷങ്ങൾ മുമ്പ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് എന്ന കണക്കിൽ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ജൂലൈ 17-ാം തീയതി അർദ്ധരാത്രി 18-ാം തീയതി പുലരും മുമ്പ് ഭഗവാൻ അവതരിച്ചു ഭൂമിയിൽ. ശ്രാവണ മാസത്തിലെ അഷ്ടമി തിഥിയിലെ രോഹിണി നക്ഷത്രത്തിൽ. 11 വയസ്സും 6 മാസവും വരെ ഭഗവാൻ വ്രജത്തിലുണ്ടായിരുന്നു. 11 വയസ്സും 6 മാസവും. രാധാദേവിയുടെ കൂടെ കളിച്ചു കിടക്കുന്ന കാലത്ത് വളർച്ച മുറ്റിയ യുവാവൊന്നുമല്ല ഭഗവാൻ, ഒരു കുട്ടിയാണ്. 11 വയസ്സും 6 മാസമായപ്പോൾ അക്രൂരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതിൽ 3218 BC ഭഗവാന് 11 വയസ്സുള്ളപ്പോൾ ഒരു ശിവരാത്രി ദിവസം അദ്ദേഹം കംസൻ്റെ സഭയിലേക്ക് കയറി ചെല്ലുകയും ചവിട്ടി കുതിച്ച് ഒറ്റ ചവിട്ടിന് അവൻ്റെ മാറിടം തകർത്ത് അവനെ വധിക്കുകയും ചെയ്തു. അന്ന് ശിവരാത്രിയാണ്. ഇതൊക്കെ ജ്യോതിഷമായിട്ട് കൃത്യമായിട്ട് ഭാഗവതത്തിലും മഹാഭാരതത്തിലൊക്കെ കൃത്യമായിട്ട് സൂചനകളുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്നില്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റുകൾ പറഞ്ഞു തരുന്നത്. അത് പറയുമ്പോൾ ഒരു രസമുള്ളൂ. കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ഗുരുവായൂർ ഡോക്യുമെൻ്ററിയുടെ 3ാമത്തെ എപ്പിസോഡ് വരുമ്പോൾ അതിൽ കാണാം. അത് കഴിഞ്ഞ് ഒരു 10 വർഷം 3 മാസത്തോളം ഭഗവാൻ മധുരയിലുണ്ടായിരുന്നു. അതാണ് മധുരാലീല ഭഗവാന്റെ. 10 വർഷം, അത്രയേ ഉള്ളൂ. 21 വയസ്സ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് സ്വന്തം ജനങ്ങളെയും കൊണ്ട് ദ്വാരകയിലേക്ക് പോകേണ്ടി വന്നു, ജരാസന്ധൻ്റെ ആക്രമണം കാരണം. പിന്നെ ദ്വാരകാലീലയാണ്. ദ്വാരകാലീല എന്ന് പറഞ്ഞാൽ 105 വർഷക്കാലമാണ്. ചെറിയ കാലയളവല്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത് ആദ്യത്തെ 11 വർഷത്തിനെയാണ്. ഭഗവാന്റെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം ദ്വാരകയിലാണ്. 105 വർഷക്കാലമാണ്. ഈ 105 വർഷക്കാലത്ത് ഭഗവാന്റെ ശിവോപാസനകളെക്കുറിച്ച് ഞാൻ 1ാമത്തെ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൽ പ്രത്യേകിച്ചും ജയദ്രഥനെയൊക്കെ വധിക്കണേൻ്റെ തലേന്ന് രാത്രി ഭഗവാൻ ഉറക്കൊഴിച്ചിരുന്നിട്ട് ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രുദ്രൻ ചൊല്ലിയിട്ട്. അർജുനൻ കാണിച്ച മണ്ടത്തരം. ഒരു പ്രതിജ്ഞ അങ്ങോട്ട് ചെയ്തു, നാളെ സന്ധ്യയ്ക്ക് മുമ്പ് അവനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തീച്ചാടി മരിക്കുന്നു. അതാണ് ദുര്യോധനും വേണ്ടത്. അർജുനനെ സിമ്പിളായിട്ട് കളയുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. യുദ്ധം ജയിച്ചതിന് തുല്യമായി. അവിടെ കർണൻ്റെ ഈഗോ വിഷയമൊന്നും നോക്കണില്ല. അത് വരാതിരിക്കാനാണ് ഭഗവാന്റെ ശ്രമം. പടകുടീരത്തിൽ ഉറങ്ങാതിരിക്കുന്ന ആൾ 2 പേരാത്രേ, ഭീഷ്മരിപ്പുറത്തും അപ്പുറത്ത് ഭഗവാനും മാത്രം. കാരണം ഭഗവാൻ ഒരുപാട് ജോലികളാണ്. കുതിരകൾക്ക് മുറിവേറ്റുണ്ടാവും, ഇവറ്റകളെയൊക്കെ കുളിപ്പിക്കണം, മരുന്നിടിയിക്കണം. യുധിഷ്ഠിരന് പിറ്റേ ദിവസത്തെ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, പൂജാതി കാര്യങ്ങളുണ്ട്.
ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അഹസ് പകർന്ന് വീണ്ടും എണീച്ചു. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അതേ റൊട്ടീൻ തന്നെ, ഉറക്കമില്ല. അദ്ദേഹം അന്ന് 18 ദിവസം ഉറക്കമൊഴിച്ചെങ്കിൽ ഇവിടെ അദ്ദേഹം ആയുഷ്കാലം ഉറക്കമൊഴിച്ചുകൊണ്ടിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ഉറക്കില്ല. മഹാദേവനും മഹാവിഷ്ണുവിനും ഉറക്കില്ല. ബ്രഹ്മദേവന് പിന്നെയും ഉറക്കേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ 105 വർഷം ചെന്ന് 3102 BC ജനുവരി മാസം 23-ാം തീയതി സന്ധ്യയോടടുപ്പിച്ചിട്ടാണ് ജരൻ്റെ അമ്പേൽക്കണത്. ഞാൻ ഇംഗ്ലീഷ് ഡേറ്റുകൾ പറഞ്ഞെന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ഡേറ്റിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാരണം കാലഗണന നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് കാലഗണന കിട്ടാനില്ല. കാലഗണന കിട്ടിയാൽ ഇതിൻ്റെ രസം മനസ്സിലാവുള്ളൂ. അപ്പോഴേ 2022 ഇരുന്ന് ഇവിടെ നമ്മൾ ഈ പ്രഭാഷണം കേട്ടോണ്ടിരിക്കുക, അവിടെ അതിരുദ്രത്തിന് അഭിഷേകം നടക്കുമ്പോൾ വരെ എത്താൻ പറ്റുള്ളൂ. ജനുവരി മാസം 23-ാം തീയതി സന്ധ്യയോടടുപ്പിച്ചിട്ടാണ് ഭഗവാന്റെ കാലിൽ അസ്ത്രം കൊള്ളണം. രക്തം ഒരുപാട് പോയിട്ടാണ്. ഭഗവാൻ ഒരുപാട് രക്തം വാർന്നു പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഭഗവാനെ കാണാൻ പലരും വന്നു പോകുന്നുണ്ട്. ഉദ്ധവൻ തന്നെ വരണത് അസ്തമനത്തിന് ശേഷമാണ്. ഉദ്ധവൻ്റെ ഉപദേശം ഇതെല്ലാം കഴിഞ്ഞ് ഉദ്ധവനെ പറഞ്ഞയച്ച് ആ പറഞ്ഞയക്കലിലാണ് ഇൻസ്ട്രക്ഷൻ. ഇങ്ങനൊരു വിഗ്രഹം കടലിലാണ്ട് പോയിട്ടുണ്ടാവും, അത് വീണ്ടെടുക്കണം, അതിനെ ഇന്നമാതിരി പ്രതിഷ്ഠിക്കണം എന്നൊക്കെ ഉദ്ധവനെ പറഞ്ഞേൽപ്പിച്ച് കാത്തു കിടന്ന് പിറ്റേ ദിവസം അഹസ് പകർന്ന് 24-ാം തീയതി പുലർച്ചെ 2:27 കടക്കുന്ന സമയത്ത് ഭഗവാൻ ശരീരം പിടിഞ്ഞു. മുഹൂർത്താണ്. ഗുരുവായൂർ നട തുറക്കാൻ മേൽശാന്തി കയറി ചെല്ലണ സമയം അത്. പിന്നെ മൂപ്പര് കണ്ണു തുറന്നത് ഇവിടെയാണ്. നാരായണീയത്തിലല്ലേ ഭഗവാൻ സ്വർഗാരോഹണം പറയാത്തത്. ഭഗവാൻ സദാ ഇവിടെ ഇരിക്കുന്നു. ഇതിന് വഴിവെക്കുന്നതാരാ? അദൃശ്യമായിട്ട് മഹാദേവൻ്റെ കാൽപ്പാടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് ഉടനീളം കാണാം. സർവസംഹാരകാരിയായിട്ടുള്ള 5 ലക്ഷത്തിൽ പരം വരുന്ന യാദവന്മാർ തമ്മിത്തല്ലി ചാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഞാൻ ചാവാൻ എന്ന് പറയാൻ കാരണം മൃഗതുല്യമായിട്ട് മരിക്കണം, അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. സാത്വികയെ പോലുള്ള മഹാവീരന്മാർ വല്ല കാര്യമുണ്ടോ? വെള്ളമടിച്ചു, നാടൻ ഭാഷയെ പറഞ്ഞ തമ്മി തല്ലി മരിച്ചു. ശേഷിച്ചവരെ ഭഗവാനും തീർത്തു. നികൃഷ്ടമായ നാശം. പക്ഷെ ആ നാശത്തിന് കാരണക്കാരനാവാൻ വേണ്ടി ഒരു പുത്രനെ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് സാമ്പൻ എന്ന് പേരിട്ടത്. അമ്പയോട് കൂടിയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരയിട്ട് കൊടുത്താണ് പാശുപതവ്രതം. അത് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ ഇന്നത്തേത്. അപ്പം സംഹാരകാരിയായിട്ടുള്ളൊരു മകനെ ഉണ്ടാക്കി, ആ മകനെ കൊണ്ടത് സാധിപ്പിച്ചു, കാരണമാക്കി. അവസാനം ഭഗവാൻ തന്നെ രൗദ്രതയോട് കൂടിയിട്ട്, ഭഗവാന്റെ രൗദ്രഭാവം അതാണ്. നിസ്സംഗതയോടുകൂടിയുള്ള രൗദ്രഭാവം കാണണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനിലെ ശത്രുകണ്ഠകനെ നോക്കിയാൽ മതി. ഭഗവാനെ പോലെ ശത്രുകണ്ഠകനായിട്ട് ഒരാളെ കാണില്ല യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ. അതിന് നരസിംഹത്തിൻ്റെ രൂപത്തിലേക്ക് വരേണ്ട ഒരാവശ്യമില്ല. ഇത്രയും ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ ഭയപ്പെട്ട 2 ആൾക്കാർ വേറെയില്ല, ബലഭദ്രനും കൃഷ്ണനും പോലെ. അക്കാലത്തെ രേഖകൾ എന്ന് പറയുന്നത് മഹാഭാരതവും ഹരിവംശമൊക്കെ തന്നെയാണ്. വ്യാസൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞു പഴകി പലരും അവരുടെ ഇഷ്ടത്തിന് കഥ കൂട്ടിച്ചേർത്തും മറിച്ചിട്ടും കേട്ടിട്ടുള്ള കഥകൾ നല്ലത്. മൂലത്തിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ, മൂലഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറയുന്ന യോദ്ധാവ് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പക്ഷപാതരാഹിത്യം, പക്ഷപാതമേ ഇല്ലാണ്ട് ശിക്ഷിക്കാനുള്ള കഴിവ് എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രൗദ്രം രുദ്രൻ്റെ ക്വാളിറ്റിയാണ്. രുദ്രൻ്റെ സ്വഭാവത്തെയാണ് രൗദ്രം എന്ന് വിളിക്കുന്നത്. ദുഃഖത്തിൽ നിന്ന് മറ്റൊരാളെ മോചിപ്പിക്കാനുള്ള കഴിവാണ് വാസ്തവത്തിൽ രൗദ്രം. കാരണം രുദ്രശബ്ദം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നർത്ഥം. ആ രൗദ്രഭാവം ഭഗവാൻ പൂണ്ട് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത് താൻ ഈ ജന്മം കൊണ്ട് എന്ത് നേടി എന്ന് ചിന്തിച്ച് അത് മനസ്സിലുറപ്പിച്ച് തൻ്റെ സ്വസ്വരൂപത്തെ ധ്യാനിച്ചിട്ടാണ് ഭഗവാൻ ശരീരം കളഞ്ഞത്. അങ്ങനെ ശരീരം കളഞ്ഞ് ഭഗവാൻ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭൗതികമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളെ സംരക്ഷിക്കാൻ പറയാൻ പറ്റുമായിരുന്നു? അർജുനനോട് ശ്രമിക്കാൻ പറയൂന്നേ പറഞ്ഞിട്ടുള്ളൂ. യാദവ സ്ത്രീകളെ രക്ഷിക്കാനും മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രമിക്കാനാണ് പറയാൻ പറഞ്ഞത്. കാരണം ഭഗവാൻ അറിയാം ആത്യന്തികമായിട്ട് സർവനാശമാണ് വരണത്. പക്ഷേ ഒരു വസ്തു നശിക്കാതിരിക്കാൻ,
ഒരു വസ്തു വീണ്ടെടുക്കപ്പെടാൻ ഭഗവാൻ പറഞ്ഞതായിട്ടാണ് വാമൊഴി. അത് മറ്റ് സ്ഥലങ്ങളിൽ എവിടെയും മഹാഗ്രന്ഥങ്ങളൊന്നും പെട്ടെന്ന് കാണുമൊന്നുമില്ല. പത്മപുരാണത്തിലൊക്കെ ചെറിയ ചില റെഫറൻസസ് ആണ് കാണുന്നത്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ അധികം ആരും ചർച്ച ചെയ്ത് കാണാത്ത, ഒരു പ്രഭാഷണ വേദിയിലും കേൾക്കാത്തൊരു ഗ്രന്ഥമുണ്ട്, ഉഡ്ഡാമരേശ്വര തന്ത്രം. തന്ത്രമാണ്. ഉഡ്ഡാമരേശ്വര തന്ത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അഷ്ടോത്തര ശതമുണ്ട്. ഈ അഷ്ടോത്തര ശതം ഗുരുവായൂരപ്പൻ്റെ അഷ്ടോത്തര ശതമാണെന്നുള്ളത് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെയാണ്. ആ ഗ്രന്ഥം എവിടെ ഉണ്ടായിട്ടുള്ളതല്ല, ബംഗാളിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ബംഗാളിൽ ചൈതന്യൻ്റെ നവദ്വീപത്തിൽ ഉപാസിച്ച് വരുന്ന 18 അക്ഷരമുള്ളൊരു മന്ത്രം ഇവിടെ കീഴ്ശാന്തിമാരുടെ ഉപാസനയിലുണ്ട്. വിചിത്രമാണ്. അപ്പോൾ ഭഗവാൻ എന്തായാലും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നാളാ. ഭഗവാൻ നോർത്ത് ഇന്ത്യക്കാരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദികേശവൻ എന്നുള്ള പേരിൽ മധുരയിൽ പൂജിക്കപ്പെട്ട ആൾ. അവിടുന്ന് 21 വയസ്സിൽ ഭഗവാൻ ദ്വാരകയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ആ വിഷ്ണു സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പൂന്താനത്തിൻ്റെ കാലം വരെയും വിഷ്ണു എന്നുള്ള മേൽവിലാസത്തിൽ അറിയപ്പെട്ടത്. പൂന്താനത്തിൻ്റെ ഭക്തിയുടെ ശക്തിയാണ് ഭഗവാനെ കൃഷ്ണനാക്കി മാറ്റുന്നത്. ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജ മുഴുവൻ വിഷ്ണുവിനാണല്ലോ. പാർഷദന്മാരൊക്കെ വിഷ്ണുവിനല്ലേ. കൃഷ്ണന് ക്രമങ്ങൾ വേറെ ഉണ്ടല്ലോ, അത് ശേഷസമുച്ചയമാണല്ലോ നോക്കുന്നത്. തന്ത്രസമുച്ചയ പ്രകാരമുള്ളത് വിഷ്ണുവിനല്ലേ. എല്ലാം വിഷ്ണുവിനാണ് അവിടെ. നമ്മൾ വിളിക്കുന്ന രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഭഗവാനെ കൃഷ്ണനായിട്ട് ആരാധിക്കണമെന്നില്ല. അപ്പോൾ ശൈവ വൈഷ്ണവം തന്നെയാണ് മമ്മിയൂരും ഗുരുവായൂരും തമ്മിൽ സമന്വയിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആർക്കും ആ വിഗ്രഹത്തിൽ ഉടമസ്ഥാവകാശമില്ല. അതാണ് ഇതിൻ്റെ തമാശ. ഒരു കുഞ്ഞിങ്ങനെ കൈമാറി വരണ മാതിരിയാണ് വന്നിട്ടുള്ളത്. മഹാവിഷ്ണുവിൻ്റെ നിന്ന് ബ്രഹ്മദേവൻ, ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്ന് വൃഷ്ണിക്ക്, സുതപസിനും വൃഷ്ണിക്കും കിട്ടണു, അവരുടെ കയ്യിൽ നിന്ന് കശ്യപനും അതിഥിയിലേക്കും വരണു, അവരുടെ കയ്യിൽ നിന്ന് വസുദേവനും ദേവിക്കും വരും. ഞാൻ വേറൊരു ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട് വേറൊരു സ്ഥലത്ത്. അവിടെ സുതപസും വൃഷ്ണിയും വരുന്നില്ല. അവിടെ നേരെ വരുന്നത് കശ്യപനും അതിഥിയും, അത് കഴിഞ്ഞാൽ ദശരഥനും കൗസല്യ. അങ്ങനൊരു ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. റെയർ ടെക്സ്റ്റാണ്. ഒരു 70 കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു പൊടിഞ്ഞ അവസ്ഥയിലുള്ളൊരു പുസ്തകം. പണ്ട് എനിക്ക് ഈ ശാന്ത ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടിയതാണ്, പടിഞ്ഞാറ് നടന്ന് ഒരു പഴയ പുസ്തകം. അതിലുള്ളൊരു കഥയാണ്. അതിൽ ജയദേവൻ ഇവിടെ വന്ന് ഭജിച്ചിരുന്ന കഥയൊക്കെ ഉണ്ട്. ഇവിടെ ജീവിച്ചിരുന്ന ഒരു ഭക്തൻ പുനർജനിച്ചാണ് ജയദേവനായിട്ടെന്നൊക്കെയാണ് അതിൽ കഥകളുള്ളത്. കഥകൾ എങ്ങനെ വേണമെങ്കിലും വരാം, ധാരാളം കഥകളുണ്ട്. കഥകളുടെ അകത്തെ അംശം മാത്രം, രസമാണ് നമ്മൾ സ്വീകരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൈമാറി വന്നൊരു വിഗ്രഹം ഭഗവാന്റെ കയ്യിൽ നിന്ന്, വസുദേവരുടെ കയ്യിൽ നിന്ന് ഭഗവാന്റെ കയ്യിലെത്തണം. ഭഗവാന്റെ കയ്യിൽ നിന്ന് അത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണം. ഭഗവാൻ അതിനെ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു പിക്നിക്കിന് പോയ കുടുംബം മൊത്തം, കുടുംബം വെച്ചാൽ 5 ലക്ഷം പേരാണ് പിക്നിക്കിന് പോണത്. 5 ലക്ഷം പേരാണ് മരിക്കുന്നത്. ഭഗവാൻ 2 സർവനാശങ്ങൾക്കാണ് സാക്ഷിയായിട്ട് നിൽക്കുന്നത്, കാരണക്കാരനായിട്ട് നിൽക്കുന്നത്. കാരണക്കാരനാണ്. അവിടെയാണ് ഭഗവാന്റെ രുദ്രസ്വഭാവം കാണിക്കുന്നത്. ഒന്ന് മഹാഭാരത യുദ്ധത്തിൽ 18 ദിവസം കൊണ്ട് അക്കാലത്തെ സകല വേസ്റ്റുകളെയും ചപ്പും ചവറും അടിച്ചു കൂട്ടിയിട്ട് മൂപ്പരങ്ങോട്ട് തീ കൊളുത്തി. നേരിട്ട് കൊന്നില്ല, കാരണം നേരിട്ട് വന്ന് ഇവർക്കൊക്കെ മോക്ഷ. അതുകൊണ്ട് അർജുനൻ എന്ന് പറയുന്ന ആയുധത്തിനെയും ദ്രൗപദി എന്ന് പറയുന്ന ആയുധത്തിനെയും ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ദ്രൗപദി ഒരു ആയുധമാണ്, അർജുനൊരായുധമാണ്. അവരൊക്കെ ഭഗവാന്റെ വിഭൂതി ആയുധങ്ങളിൽ പെട്ടാണ് ശരിക്കും. അത് സ്ത്രീയോ പുരുഷനായിട്ട് കാണാൻ പാടില്ല. ആ ആയുധങ്ങളെ ഉപയോഗിച്ച് ഭഗവാൻ കത്തിക്കുകയാണ് 18 ദിവസം കൊണ്ട്. 18 അക്ഷൗഹിണി, 67,000-ൽ പരം കുതിരകളും ആനകളും, അത്ര തന്നെ കുതിരകളും, 20,000-ൽ പരം 29-30-ൻ്റെ അടുത്ത് തേരുകളും, 1,09,000-ൻ്റെ അടുത്ത് കാലാളും ചേർന്ന ഒരക്ഷൗഹിണി. അങ്ങനെ 18 അക്ഷൗഹിണിയാണ് 2 സൈഡിലും കൂടെ. യുദ്ധം കഴിയുമ്പോൾ അവശേഷിക്കുന്നത് 10 പേരാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉണ്ടാക്കിയ സർവനാശത്തിൻ്റെ ഹൈറ്റ് എന്താന്ന്. എത്ര ചോര ഒഴുകി. ഈ സമന്തപഞ്ചകം ചോര കുടിച്ച് ചോന്ന സ്ഥലമാണ്. കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ഈ സമന്തപഞ്ചകം. പരശുരാമൻ ക്ഷത്രിയന്മാരെ മുഴുവൻ വെട്ടി അരിഞ്ഞിട്ടിട്ട് അവരുടെ ചോര കൊണ്ട് ഹ്രദങ്ങൾ ഉണ്ടാക്കിയെന്നാണ് സമന്തപഞ്ചകത്തിൽ. അതേ സ്ഥാനത്ത് തന്നെയാണ് ഭഗവാൻ ഈ ബലികർമ്മം നടത്തുന്നത്. രക്തമൊഴുക്കാണ്. ആരാ? ഈ ഓടക്കുകൾ പിടിച്ചേക്കണ രാധറ കൂടെ നടക്കണ കൃഷ്ണനാജി. ആ രൗദ്രതയാണ് മഹാദേവൻ. ആ രൗദ്രതയാണ് മഹാദേവൻ. ഞാൻ 1-ാം ദിവസം പറഞ്ഞു, 2 അവതാരങ്ങളിലാണ് ഭഗവാനെയും ശിവനെയും ഒന്നിച്ച് കാണാൻ കിട്ടുക, നരസിംഹത്തിലും ശ്രീരാമനിലും. പക്ഷെ പ്രവൃത്തിയിൽ പല സ്ഥലത്തും
കൃഷ്ണനിലെ ഈ രുദ്ര സ്വഭാവം കാണാൻ പറ്റും. രുദ്രൻ്റെ ഉപാസന ആരെന്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും ഗുരുവായൂരപ്പ മഹാദേവ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കൃഷ്ണൻ ശിവനെ ഉപാസിച്ചിരുന്ന ആളാണ്, മഹാശിവഭക്തനായിരുന്നു, അതും രുദ്രം കൊണ്ട് ഉപാസിച്ചിരുന്നവനാണ്. കോടിക്കോടി തവണയൊക്കെയാണ് ജപിച്ചിരിക്കുന്നത് ജലത്തിൽ നിന്നിട്ട്. ഇഷ്ടമല്ലാത്തവർക്ക് അത് നിരാകരിക്കാം, ബട്ട് ഹൂ കെയേഴ്സ്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലോ പ്രപഞ്ചത്തിൻ്റെ ചക്രം നടക്കുന്നു. അങ്ങനെയുള്ള വിഗ്രഹം ഡെലിഗേറ്റ് ചെയ്യണം ഉദ്ധവരോട്. നിനക്ക് കണ്ടെത്താൻ സാധിക്കും. അയ്യോ, സമുദ്രാന്തർഭാഗത്ത് പോയിട്ടുള്ള വിഗ്രഹം ഞാൻ എങ്ങനെ കണ്ടെത്തും? ഇല്ല, അത് പൊങ്ങിക്കിടക്കും. എത്ര വെയിറ്റുള്ളൊരു വിഗ്രഹം, ഇത് പൊങ്ങിക്കിടക്കുന്ന പറയുന്നത്. എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടക്കുന്നത്? ആ വിഗ്രഹത്തിന് ശ്വാസമുള്ളത് കൊണ്ടാണത്. കുംഭിപ്പിച്ചിരിക്കുകയാണ്. പൂരകം ചെയ്തിട്ട് കുംഭിപ്പിച്ച് നിർത്തിയിട്ട് ഭഗവാൻ യോഗാവസ്ഥയിൽ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് കിടക്കുകയാണ്. ഇന്നും ഭഗവാന്റെ കണ്ണ് ഇവിടെയാ, ഇങ്ങനെയല്ല. പണ്ട് അകത്ത് പൂജ കഴിച്ചിരുന്ന 3 പ്രാവശ്യം മേൽശാന്തിയായിട്ടുള്ളൊരു മഹാനുഭാവൻ യാദൃശ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഭഗവാന്റെ ദൃഷ്ടി ഇങ്ങനെയല്ല, ഇവിടെയാണ്. അത് യോഗവിഷ്ണുവാണ്. അങ്ങനെ കുംഭിപ്പിച്ച് കിടക്കുന്ന ഒരാൾക്ക് ജലത്തിൽ പൊങ്ങി കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരാളാണ്. എന്നെ കണ്ടെത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ കിടക്കുക. ഉദ്ധവനെ കൊണ്ട് പറ്റുമോ? സാധിക്കില്ല. ഉദ്ധവൻ കടൽ തീരത്ത് ചെന്ന് നോക്കണു, ആർത്തലയ്ക്കുന്ന കടൽ ഇത് എവിടെയാണെന്ന് തന്നെ അറിയുന്നില്ല. യഥാർത്ഥ ഉത്തമനായിട്ടുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഉദ്ധവനും ചെയ്തത്. ഉദ്ധവൻ ചെയ്തത് എന്താ? ഉദ്ധവൻ ചിന്തിക്കുകയാണ്, എനിക്ക് വഴികാട്ടി ആരാണ്? എൻ്റെ ഗുരുനാഥനാണ്. എൻ്റെ ഗുരുനാഥൻ ബൃഹസ്പതി, വ്യാഴം. ആ ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കുകയാണ്. ഗുരുനാഥ, എന്നെ രക്ഷിക്കണേ, എൻ്റെ ഭഗവാൻ എന്നെ ഈ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് വിഗ്രഹം കണ്ടെത്താൻ പറ്റണില്ല. ബൃഹസ്പതി അവിടെ ആവിർഭവിക്കുകയാണ്. എന്നാലാവുന്ന വണ്ണം ഞാൻ ചെയ്തു തരാം. ബൃഹസ്പതിക്കും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ സർവ്വവ്യാപിയായിട്ടൊരു വസ്തുവിനെ ഇത് എവിടെ കിടക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല സൂര്യനോട് ചോദിക്കണം. പക്ഷെ രാത്രി നേരത്തെ അത് സംഭവിക്കുന്നു. രാത്രിയും പകലും ഒരേമാതിരി സർവ്വവ്യാപിത്വമുള്ള ഒരാൾ വായു മാത്രമാണ്. ഈ വായുവും മഹാവിഷ്ണുവും ഒന്നാണ് താത്വികമായിട്ട്. പ്രത്യേകിച്ച് കർണാടകത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, മധ്വൻ ഹരിവായുസ്തുതിക്ക് മുഖവരിയായിട്ടാണ് നഖസ്തുതി എഴുതിയതെന്ന്. അത് വിശേഷമായിട്ട് പറയേണ്ട വേറൊരു ഭാഗമാണത്. എന്തുകൊണ്ട് ഹരിയും വായുവും ഒന്നാണെന്നുള്ളത്. ഹനുമാനെ മുഖ്യപ്രാണൻ എന്ന് വിളിക്കും അവിടെ കർണാടകത്തിൽ. അങ്ങനെയുള്ള ആ വായു ഭഗവാൻ നിമിഷാർദ്ധം കൊണ്ട് കണ്ടെത്തുകയാണ്. ചൈതന്യവത്തായിട്ട് ഒരാകാശക്കാഴ്ചയായിട്ട് വായു കണ്ടെത്തുകയാണ്. ഇതങ്ങനെ ജലശായിയായിട്ട് കിടക്കണ വിഗ്രഹം എല്ലായിടത്തും കണ്ണെത്താ ദൂരത്തോളം കടലങ്ങോട്ട് പരന്നു കിടക്കുകയാണ്. ആ നേരത്താണ്, അപ്പോഴേക്കും ഒരു പുലർകാലമൊക്കെ ആയിട്ടുണ്ടാവാം. പുലർകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയമായിട്ടില്ല. ഈ നേരത്ത് ഭഗവാന്റെ ശരീരം ആ കാട്ടിൽ, പ്രഭാസത്തിൻ്റെ അടുത്തുള്ള കാട്ടിൽ, ഇന്ന് ബൽക്ക എന്ന് പറയുന്ന തീർത്ഥത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഭഗവാൻ ശരീരം വെടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവണം. ആ മുഹൂർത്തത്തിൽ ഭഗവാന്റെ പ്രാണൻ വൈകുണ്ഠാരോഹണം ചെയ്ത സമയത്ത് ഇവർക്ക് ഈ വിഗ്രഹം ഇവിടെ കിട്ടിക്കാണണം. കാരണം ഉദ്ധവൻ അതിന് എത്രയോ നേരം മുമ്പ് അവിടെ വിട്ട് പോയി കഴിഞ്ഞു. അവർ രണ്ടുപേരും ഉദ്ധവൻ്റെ അനുമതി വാങ്ങിയിട്ട് തെക്കോട്ടയ്ക്കാണ് യാത്ര ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഉദ്ധവന് യാത്ര ചെയ്യാൻ മാർഗമില്ല. കാരണം ഉദ്ധവന് ബദരിക്കാൻ പോകേണ്ടത്. രണ്ടുപേര് വഴിപിരിയാണ്. 2 സംഘങ്ങളായിട്ട് അവർ വഴിപിരിയാണ്. ഭക്തിയുടെ 2 അനശ്വര തീർത്ഥാടന കേന്ദ്രങ്ങളെ പുണ്യാക്കാൻ വേണ്ടിയിട്ട് ഉദ്ധവൻ ബദരിയിലേക്കും ഗുരുവും വായുവും കൂടെ ആകാശമാർഗം. ഗുരു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പ്രജ്ഞ, വായു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പ്രാണൻ. തെക്കോട്ടേക്കുള്ള അവരുടെ യാത്ര. എന്തിനാ ഈ തെക്കോട്ടേക്ക് യാത്ര ചെയ്യണത്? തെക്ക് യമൻ്റെ കേന്ദ്രമാണ്, മരണത്തിൻ്റെ കേന്ദ്രമാണ്, സംസാരനാശത്തിൻ്റെ സ്ഥലമാണ്, ജീവിതത്തിൻ്റെ വിരക്തിയെ പഠിപ്പിക്കേണ്ട സ്ഥലമാണ്. അതിനാണ് തെക്കോട്ടേക്ക് യാത്ര ചെയ്ത്. എല്ലാ പുണ്യക്ഷേത്രങ്ങളും വടക്കോട്ട് മാത്രം പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തെക്കോട്ടേക്ക് ഒരു യാത്ര ചെയ്യണം. തെക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരെയും കാത്തിട്ട് ഒരാൾ അതിരാവിലെ, നമ്മൾ നിർമ്മാല്യത്തിനൊക്കെ മുമ്പ് ഇവിടെ അഹസ്സൊക്കെ പകർന്ന് ആ തൊഴണൊക്കെ ഒരു നേരമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ, കുളിയൊക്കെ കഴിഞ്ഞ് ജടാവൽക്കലങ്ങളൊക്കെ അഴിച്ചുണക്കി ഭസ്മമൊക്കെ ധരിച്ച് വെളുത്തു കൂറ്റനായിട്ട് അഗ്നിയുടെ പ്രഭയോട് കൂടിയിട്ടുള്ള ജടയോട് കൂടിയിട്ട് ഒരാളൊരു കുളക്കരയിൽ നിൽക്കണു. ഇവിടെയാണ് ഇറക്കേണ്ടതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണു. അവിടെ ഇറക്കണു. ആ വിഗ്രഹത്തിന് പ്രതിഷ്ഠിക്കാൻ്റെ ഒരു സ്ഥാനം കാണിക്കുന്നു, പ്രതിഷ്ഠിക്കുന്നു. നോക്കൂ, ഉടമസ്ഥാവകാശം ഇല്ലാത്ത വിഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന ആളാണ് പ്രതിഷ്ഠിച്ചത് അയാളുടെ അവകാശം കൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
എൻ്റെ പാരമ്പര്യമാണ്, അതുകൊണ്ട് ഞാൻ ഇത് പ്രതിഷ്ഠിക്കും. എന്നെക്കാളിലും തലമുതിർന്നൊരു ആചാര്യൻ അവിടെ നിൽക്കുകയാണെങ്കിലും ആ ആചാര്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് എനിക്കാണ് പ്രതിഷ്ഠിക്കാൻ അവകാശം എന്ന് പറഞ്ഞിട്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അന്ന് ഇവിടെ ഉള്ളത്. ആരുടെ ഒരാളുടെ വിഗ്രഹം വേറൊരാൾ കണ്ടെത്താൻ പറഞ്ഞു. ആ കണ്ടെത്തിയ ആൾ വേറൊരാളുടെ സഹായം തേടി, അയാൾ വേറൊരാളുടെ സഹായം തേടി, അവർ രണ്ടുപേരും കൂടെ എടുത്തുകൊണ്ട് വരുന്നു. ഇവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ പ്രതിഷ്ഠിക്കുമെന്ന്. അപ്പോൾ ന്യായപ്രകാരം ലോകനീതിയുടെ ധർമ്മത്തിൻ്റെ പ്രകാരം എന്താ, അതിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആചാര്യൻ തന്നെ വേണം പ്രതിഷ്ഠിക്കാൻ. കൊണ്ടുവന്നിട്ടുള്ള ഗുരുവും വായുവാണ്, പക്ഷെ പറഞ്ഞിട്ടുള്ളത് ശിവനാണ്. മഹാദേവൻ്റെ മുകളിൽ ഒരാചാര്യം വേറെ ഉണ്ടോ? സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറയാ അല്ലേ? ആദ്യത്തെ ഗുരുനാഥൻ ഭഗവാനാണ്. അതുകൊണ്ട് ഗുരുവും വായുവും പ്രതിഷ്ഠിച്ചു എന്നുള്ള കഥാവരി ആരോ ഇടക്കാലത്ത് കൊണ്ടുവന്നതാവാനാണ് സാധ്യത. മഹാദേവൻ പ്രതിഷ്ഠിച്ചതാവാൻ തന്നെ ന്യായമായിട്ടും തരമുള്ളൂ. ആ മഹാദേവൻ എങ്ങനെയായിരിക്കാം പ്രതിഷ്ഠിച്ചത്? തന്ത്രസമുച്ചയത്തിൽ നോക്കൂ. ആചാര്യൻ തൻ്റെ തപസ്സുകൊണ്ട് ശുദ്ധനായിട്ട് തൻ്റെ പ്രാണനെ എടുത്തിട്ടാണ് വിഗ്രഹത്തിലേക്ക് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി പ്രാണനുള്ളത്, അതിനെ ഒന്ന് ഉണർത്തി വിടുകയുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു പേസ് മേക്കർ വെച്ച് കൊടുക്കണം. ആ പേസ് മേക്കർ ശിവൻ്റെ ചൈതന്യ. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനിൽ ഈ രണ്ട് ചൈതന്യങ്ങളും ഇത്ര ശക്തമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ശിവനിന്ദ പാടില്ല എന്ന് പ്രത്യേകം പഴയ കാലത്ത് ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഞാനിതെന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള ബോധത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ആത്മബന്ധത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ആത്മബന്ധം എന്ന് പറഞ്ഞാൽ തന്നെ ആത്മാവ് ഒന്നാണ് എന്നുള്ളതാണ് അർത്ഥം. ആത്മാവ് രണ്ടില്ല. ആത്മബന്ധം എന്ന വാക്ക് തന്നെ ഒരു അപകടമാണ്. ഒന്നായിട്ടുള്ള വസ്തു തന്നെ എങ്ങനെ രണ്ടായിട്ട് അത് തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയും? അപ്പോൾ ഒന്നായിട്ടുള്ളൊരു വസ്തുവാണ്. രണ്ടിൻ്റെയും ആത്മാവ് ഒന്നാണെന്നുള്ളൊരു സങ്കല്പത്തിൽ വേണം നമുക്ക് ഗുരുവായൂരും മമ്മിയൂരെയും നോക്കിക്കാണാം. എന്നിട്ട് മമ്മിയൂരപ്പൻ അവിടുന്ന് നീങ്ങി ഇങ്ങോട്ടിരുന്നു എന്ന് പറയണു. നീങ്ങിയിരുന്നിട്ടില്ല. മമ്മിയൂരപ്പൻ എവിടെയാണോ ഇരുന്നിരുന്ന് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ശിവൻ്റെ സഹസ്രനാമത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്ന് സ്ഥിരഹ എന്നാണ്. സ്ഥിരനാണ്. എവിടെ ഇരുന്നോ അവിടെ ഉണ്ടാവുള്ളൂ. ആവാഹിക്കാൻ വളരെ കഷ്ടമുള്ള ഒരാളാണ് ശിവൻ. വളരെ കഷ്ടമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണത്? ജിയോളജിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് താമരയൂർ തൊട്ടിട്ട് ചാട്ടുകുളം വരെ ഒരു വലിയ കുളമാണ്, ഒരു വലിയ സരസ്സാണ് പഴയ കാലത്ത്. അതിൻ്റെ കരയിൽ തപസ് ചെയ്തിരുന്നു എന്നേ പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അവിടെ പ്രതിഷ്ഠിക്കാൻ കാണിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭഗവാന്റെ തപസ്ഥാനം ഇവിടെ തന്നെയാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ഇടയിലുള്ള കരയൊക്കെ പിന്നീട് മണ്ണ് കയറി നികന്നുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുവായൂരത്തെ വാട്ടർ ടേബിൾ ഒന്നാണ്. അത് ഗുരുവായൂരപ്പൻ്റെ മണിക്കിണറായാലും ശരി, രുദ്രതീർത്ഥമായാലും ശരി, മമ്മിയൂരിലെ കുളമായാലും ശരി, ചാട്ടുകുളത്തിലായാലും ശരി, ഇവിടെയുള്ള സകല വീടുകളിലെ കിണറിലായാലും ശരി, ഒറ്റ വെള്ളം, ഒരേ ഒരു വെള്ളം. അതുകൊണ്ടാണ് അവനവൻ്റെ വീടുകളിലെ കിണറുകൾ ശുദ്ധമാക്കി വെക്കുക. കാരണം ഗുരുവായൂരപ്പനെ മണിക്കിണർന്ന് വെള്ളം എടുത്ത് കുളിക്കേണ്ടതാണ്. നല്ല നല്ല സെപ്റ്റിക് ടാങ്കുകൾ പണിയുക. ചിലവാക്കാൻ മടിക്കരുത്. ഇത് ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും. ഗുരുവായൂർ ഒരൊറ്റ വാട്ടർ ടേബിളാണ്. നിങ്ങൾക്ക് ജോഗ്രഫിക്കൽ സർവേയുടെ ഏത് ഓഫീസിൽ ചെന്ന് ചോദിച്ചാലും അവർ പറഞ്ഞുതരും. അപ്പോൾ ഒരു മഹാസരസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. 14-ാം നൂറ്റാണ്ട് അന്ന് തൊട്ടിട്ടേ ഗുരുവായൂരിനെ കുറിച്ച് എന്തെങ്കിലും അറിയുള്ളൂ. അതിന് മുമ്പ് എന്താ ഇവിടെ ഉള്ളതെന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. പല കഥകളുണ്ട്. പാണ്ഡ്യവംശത്തിലൊരു രാജാവ് ഇവിടെ ഈ ക്ഷേത്രം പണിതു എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല, ഒരാളും മിണ്ടുന്നില്ല. മമ്മിയൂർ ഇങ്ങനെ ഒരു അമ്പലമുള്ളതിനെക്കുറിച്ച് നമുക്ക് 14-ാം നൂറ്റാണ്ടിലുള്ള രേഖകളിൽ പോലും തപ്പി നോക്കിയാൽ കാണാൻ പറ്റില്ല. 15-ാം നൂറ്റാണ്ടായ കണ്ണുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നമുക്ക് ആകെ കിട്ടുന്നത് ഒരു പുസ്തകമാണ്, ഒരു കവിത, ഒരു കൃതി, കോകസന്ദേശം. കോകസന്ദേശം, ചക്രവാക സന്ദേശം എന്നും പറയും. ഒരു കാമുകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൃപ്രങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടും. ഒരു ചക്രവാകത്തിനെ, ഒരു കോകത്തിനെ, പക്ഷിയോട് തൻ്റെ കാമുകിക്കൊരു സന്ദേശം, ഇന്നിന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാൻ ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കണം. അതിൽ സാമൂതിരി ഏറാൾപ്പാടിനെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശം വരും. ആ യാത്ര പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വരിയുണ്ട്.
അവിടെയാണ് ആദ്യമായിട്ട് ഗുരുവായൂർ പ്രദേശത്തിനെക്കുറിച്ച് മിണ്ടുന്നത്. പക്ഷേ രസം എന്താ വെച്ചാൽ ഈ കാവീട്ടിലെ അമ്മയെക്കുറിച്ച് മാത്രമേ പറയണുള്ളൂ, കാവീടിലെ കാർത്തികേയനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അത് പല ചരിത്രകാരന്മാരും എടത്തിരികത്തുകാവിലെ അമ്മയായിട്ട് തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരു ക്ഷേത്രമേ ഉണ്ടായിരുന്നില്ല എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാൻ വേണ്ടി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അൻപിൽ കുൻപിട്ടചലതനയാം പിന്നെ നീ പോക പോനാൽ മുന്നിൽ കാണാം കുരുവയൂരെன்று പേരാം പ്രദേശം. കുരുവയൂർ എന്ന പേര്, ഗുരുവായൂർ എന്നന്ന് പേരില്ല. പിന്നെ കാണാം പെരുവഴി ചെന്നങ്ങിടത്തോട്ടു ചെന്നാൽ ഉന്നിന്ദ്രാംബോരുഹ പരിലസിതോയം മാം തടാകം. ഒരു തടാകം കാണാമെന്നാണ് പറഞ്ഞത്. കാവീട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ളൊരു തടാകം നിനക്ക് കാണാമെന്നേ പറയുന്നു. ഈ തടാകത്തിൻ്റെ അരികിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ അത്യുന്നതമായിട്ടുള്ളൊരു ഗോപുരം കാണാമെന്ന് പറയുന്നുണ്ട്. നിനക്കവിടെ കൊട്ടും വാദ്യമൊക്കെ കേൾക്കാം, മണികളുടെ ശബ്ദം കേൾക്കാം. ശാർങ്ങപാണിയുടെ ഉത്തുംഗമായ ഗോപുരം അതാണെന്ന് അവർ. ആരാ ശാർങ്ങപാണി? മഹാവിഷ്ണു അല്ലേ. ആ ശ്ലോകം അവർ മിണ്ടില്ല. പല വലിയ ചരിത്രകാരന്മാരും നമ്മുടെ ഇന്നത്തെ അവരാണല്ലോ ഇപ്പോൾ പുതിയ പുതിയ ചെമ്പോല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഗുരുവായൂർ ഇങ്ങനെ ഒരു അമ്പലമില്ല എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഈ ഭഗവതി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്. പക്ഷേ കോക സന്ദേശത്തിൽ തന്നെ കൃത്യമുണ്ട്. പക്ഷെ അവിടെ സങ്കടം എന്താ വെച്ചാൽ നമ്മുടെ വിഷയം മമ്മിയൂരും അതുമാണല്ലോ. മമ്മിയൂരിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. മമ്മിയൂർ അത്ര പ്രസിദ്ധമായൊരു ക്ഷേത്രമായിരുന്നെങ്കിൽ എത്രയോ ശിവക്ഷേത്രങ്ങളെ അതിൽ പറയുന്നുണ്ട്. മമ്മിയൂരിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഈ തടാകരെ തന്നെയല്ലേ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പം അന്ന് ഭഗവാൻ ഇവിടെ ഇല്ലേ? അഥവാ ഈ ക്ഷേത്രത്തിന് പ്രശസ്തിയില്ലേ? ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ ഉണ്ട്, ചൈതന്യം നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ ചരിത്രത്തിൽ കാണാനില്ല ആളെ. ഏറാൾപ്പാട് സൈന്യമായിട്ട് കൊടുങ്ങല്ലൂർക്ക് പോണത് പറയണുണ്ട്. അപ്പോൾ നമുക്ക് സംശയവും ആ കാലത്തപ്പോൾ ഗുരുവായൂർ സാമൂതിരിയുടെ കയ്യിൽ വന്നിട്ടില്ലേ? ഈ കൺഫ്യൂഷനുകളുടെ ഒരു വലിയ കൂമ്പാരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്യുമെൻ്ററി തുടങ്ങണ സമയത്ത് അഭിമുഖീകരിച്ചത്. ഇപ്പോൾ രണ്ടുപേരുടെ അനുഗ്രഹം കൊണ്ട് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യത്തിൽ വേറൊരു കഥാപാത്രം പരശുരാമസ്വാമിയാണ്. പരശുരാമസ്വാമിയെ കൊണ്ടുവരാതെ ഒരു കഥയും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പരശുരാമൻ്റെ ഒരു സാന്നിധ്യവും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രതിഷ്ഠാ സമയത്ത് പരശുരാമ പ്രതിഷ്ഠിതമാണെന്നും പറയും ഗുരുവായൂരിനെ ചിലർ. സ്വന്തം ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ നിൽക്കുമ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിക്കുമോ? അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഒരിക്കലും ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇവരാർക്കും ഇതിൽ അവകാശമില്ല. ഈ വിഗ്രഹത്തിൽ ഒരു പുതിയൊരു വിഗ്രഹമാണ്. അവരെ സംബന്ധിച്ചൊരു പുത്തൻ വിഗ്രഹം അവിടെ തലമുതിർന്ന ആചാര്യനാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പരശുരാമ പ്രതിഷ്ഠിതങ്ങളായിട്ടോ അല്ലെങ്കിൽ പരശുരാമൻ ആരാധിച്ചിരുന്നതായിട്ടുള്ള ശിവക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് അവിടെയും മമ്മിയൂരില്ല, നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പുസ്തകത്തിൽ പറയുന്നില്ല എന്ന് വെച്ചിട്ട് അതില്ല എന്ന് അർത്ഥമില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടു, അതിൽ ശരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അവർ ശരത്ത് ആ കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഒരു പുസ്തകത്തിലില്ല എന്നുകൊണ്ട് പറയാം. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ വളരെ കുറച്ച് രേഖകളെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഈ പ്രദേശം അനുഭവിച്ച മാതിരി ദുരിതവും ആക്രമണങ്ങളും അനുഭവിച്ച പ്രദേശങ്ങൾ വളരെ കുറവാണ്. നമ്മൾ പറയില്ലേ എന്താ പത്മനാഭസ്വാമിയിലൊക്കെ അവിടെയൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്താ അവിടെ ഒരാക്രമണം ഉണ്ടായിട്ടില്ല, സുഖജീവിതമായിരുന്നു. നോർത്ത് ഇന്ത്യൻസിനെ പറയും അവർക്കൊക്കെ പ്രാന്താണ്, അവന്മാരെന്താ ഇങ്ങനെയൊക്കെ അവർ ബിഹേവ് ചെയ്യണത്, ഇത്തരം രാഷ്ട്രീയ ചിന്താഗതികൾ എന്താണെന്നാ? അവരുടെ അനുഭവങ്ങൾ അതാണ്, തലമുറകൾ അവരനുഭവിച്ചതാണ്. നമ്മൾക്ക് അനുഭവമില്ല. അനുഭവം ഇല്ലാത്തവനാണ് അനുഭവം ഉള്ളവനെ കഥകളിയിൽ കാണിക്കണ മാതിരി ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണിത് മുഴുവൻ കാണുന്നത്. കോണ്ടെക്സ്റ്റുകളാണ്. ഒരുത്തൻ്റെ കോണ്ടെക്സ്റ്റ് വേറൊരുത്തിന് ശരിയാവണമെന്നില്ല, എല്ലാം കോണ്ടെക്സ്റ്റുകളിലാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരു വലിയൊരു കാലഘട്ടം, ദുരിതം നിറഞ്ഞൊരു കാലഘട്ടം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചരിത്രം പറഞ്ഞാൽ നമ്മൾ കരയും, ചരിത്രം പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ ഇവിടുന്ന് എറിഞ്ഞോടിക്കും. നിന്നെ ഇത് പറയാനാണോ ഇവിടെ കൊണ്ടിരുത്തിയതെന്ന് ചോദിക്കും. കാരണം ഇതിൽ ഏറ്റവും വലിയ പ്രതികൾ നമ്മൾ തന്നെയാണ്. ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ആയത്, ഈ ക്ഷേത്രങ്ങൾ ഇത്രയും ദുരിതം ഉണ്ടാക്കിയത്
ഞാൻ ചില സമയത്ത് ഭഗവാനോട് ഗുരുവായൂരപ്പനോട് പറയും, അങ്ങയുടെ ഏറ്റവും നല്ല കാലം ശരിക്കും ഇതല്ലേ? എത്ര സന്തോഷമാണ്. കാര്യം അല്ലറ ചില്ലറ പുലിവാലൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും, പക്ഷേ അങ്ങേ ആരും ഉപദ്രവിക്കണില്ലല്ലോ, അങ്ങയുടെ കൺമുന്നിലിട്ടിട്ട് ആരും വെട്ടിക്കൊല്ലണില്ലല്ലോ, അങ്ങയുടെ വാതിൽമാടത്തിൻ്റെ മുന്നിൽ രക്തം വീഴ്ത്തുന്നില്ലല്ലോ, പുറകുന്ന് കുത്തിക്കൊല്ലുന്നില്ലല്ലോ. ഏറിയ ഒരു 1-2 ഉന്തോ തള്ളോ അടിയോ നടക്കും. അതൊന്നും സാരില്ല. ചെറിയ ചെറിയ മോഷണങ്ങൾ അതൊന്നും വലിയ വിഷയമല്ല. അങ്ങേരെ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കിയിട്ടുള്ളൊരു കഥയുണ്ട്, പഴയൊരു രേഖയിൽ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാതാളാഞ്ചന ശിലയാണ്, കോടികളാണ്, കോടികളുടെ മൂല്യമുള്ള ഒരു ഉൽക്കയാണത്. ഭൂമിയിലുണ്ടാവുന്ന ശിലയല്ല. ഞാൻ പണ്ടൊരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടത് എന്താന്ന്, ബിസ്മത്തും ഇറിഡിയമാണ്, റേഡിയോ ആക്റ്റീവാണ്, റിയാക്ടറുകളുടെ അകത്ത് അണുശക്തിക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള പദാർത്ഥ മാഹാത്മ്യം മാത്രമുള്ളൊരു വിഗ്രഹം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ, ഈ മഹാദേവൻ്റെ കൺമുന്നിൽ നടക്കാത്ത വൃത്തികേടുകളില്ല, നാടൻ ഭാഷയിൽ പറഞ്ഞു. അത്രയും മോശപ്പെട്ട കാര്യം. ഈ ഒരു കാലഘട്ടം കടന്നു വന്നിട്ടാണ് ഭഗവാൻ ഇപ്പോൾ അവിടെ വെണ്ണയൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു, ഇവിടെ അദ്ദേഹം അഭിഷേകമൊക്കെ സ്വീകരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കട്ടെ അവർ. പക്ഷേ നമ്മൾ മനുഷ്യനുള്ളൊരു ഗുണം അവർക്ക് രണ്ടുപേർക്കും ഇല്ല. നമ്മുടെ ഭാഗ്യം അത്, നമുക്ക് മറക്കാൻ സാധിക്കും. മറവി മനുഷ്യൻ്റെ അനുഗ്രഹമാണ്, ഭഗവാന്മാർക്ക് അതില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു രൗദ്രത്തിൽ വന്നെങ്കിലും മഹാവിഷ്ണുവിന് ഇന്നും നരസിംഹമായിട്ടിരിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ നരസിംഹരൂപം എന്നോ പോയിണ്ടാവും, നമ്മൾ വിളിച്ചാൽ ആ രൂപം പിന്നെ വരില്ല. അദ്ദേഹത്തിന് മറക്കാൻ സാധിക്കുന്നില്ല. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, ദക്ഷയാഗം കഥകളി കഴിയുന്നതും ശിവക്ഷേത്രങ്ങളിൽ നടത്തരുത്. എന്തിനാ വെറുതെ ഭഗവാനെ വിഷമിപ്പിക്കണമെന്ന്. കാരണം ഭഗവാൻ ആ സങ്കടം ഉണ്ടാവില്ലേ? അപ്പോൾ ഭഗവാന് മറക്കാൻ സാധിക്കാത്ത എത്രയോ സംഭവങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ദേവപ്രശ്ന ചാർത്തുകളിൽ പ്രായച്ചിത്തത്തിൻ്റെ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതിങ്ങനെ വർഷങ്ങൾ കഴിയുന്നതോറും ലിസ്റ്റ് കൂടി വരുന്നേ ഉള്ളൂ, കുറയണില്ല. നമ്മൾ അവരോട് ചെയ്യണ അപരാധങ്ങൾ, നമ്മൾ അങ്ങോട്ട് കയറി ആരാധിച്ചതാ, അവരെ അങ്ങോട്ട് പോയിട്ട് വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തത്, എന്നിട്ട് അപമാനിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 2 ക്ഷേത്രങ്ങളെ വെച്ചിട്ട് ശരിക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിക മുഴുവൻ നമുക്ക് അപഗ്രഥിക്കാൻ പറ്റും. കാരണം അതിമനോഹരമായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഒരു ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഉത്തുംഗതയിൽ എത്തി നിൽക്കുന്നൊരു പ്രദേശമാണ് ഗുരുവായൂർ. എന്നാൽ ഒരു കൾച്ചറാണ്. ഇറ്റ്സ് എ കൾച്ചർ ഓഫ് ടോളറൻസ്. സഹനത്തിൻ്റെ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, 300 വർഷമോ 400 വർഷമോ മുമ്പ് എന്ന് പറയുമായിരിക്കും, വന്നിട്ടുണ്ടാവാം. തറവാട്ടുകാർ വന്നിട്ടുണ്ടാവാം, ഇല്ലക്കാർ വന്നിട്ടുണ്ടാവാം. ഗുരുവായൂരപ്പൻ പോലും പുറത്തുനിന്ന് വന്ന ആളാണ്. ഇവിടെ ഒരാളേ ഉള്ളൂ നാട്ടുകാരനായിട്ട്, അത് ഈ അകത്തിരിക്കുന്ന ആളാണ്. ഈ പ്രദേശങ്ങൾ മുഴുവൻ നികത്തപ്പെട്ടും പിടിച്ചെടുക്കപ്പെട്ടും ഭരണാധികാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവന്ന് കുടിയേറ്റിയിട്ടും വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ പല നായർത്തറവാട്ടുകാർക്കും ഭുവനേശ്വരി വരദേവതയായിരിക്കും. അവരൊക്കെ സാമൂതിരി കൊണ്ടുവന്നിട്ടുള്ളവരായിരിക്കും. ചിലവർക്കൊക്കെ കൊടിക്കുന്നത്ത് അമ്മയായിരിക്കും. അവരെയൊക്കെ ഏറാൾപ്പാട് കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളതായിരിക്കും. ഇതിനൊക്കെ ചില കണക്ഷൻസ് പിടിച്ചു പോയി കഴിഞ്ഞാൽ, ആ റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ എവിടുന്ന് ആരെ കൊണ്ടുവന്നിരുത്തി നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ 2 ക്ഷേത്രങ്ങളും കേരളത്തിൻ്റെ ചരിത്രത്തിൽ മനഃപൂർവ്വം തമസ്കരിക്കപ്പെടുന്നൊരു ക്ഷേത്രങ്ങളാണ്. സാമൂതിരിപ്പാടിൻ്റെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏതാണ്ട് ആ ടൈറ്റിൽ പെട്ടുള്ള ഒരു പുസ്തകം കഴിഞ്ഞ കുറച്ച് കൊല്ലം മുമ്പ് ഒരാൾ എഴുതി. അപ്പോൾ ഞാൻ കോവിലകത്ത് പോയ സമയത്ത് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഗുരുവായൂരും അമ്മിയൂരെയും കുറിച്ച് ഇത് എഴുതാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിനെ ആരോ വിളിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും ഈ 2 ക്ഷേത്രങ്ങളെക്കുറിച്ച് എഴുതരുത്, അത് വേറെ പലരും പലതരം അവകാശങ്ങളും പറയാനുള്ള രേഖയാക്കാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാർ തലത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആ ചാപ്റ്റർ മാറ്റിയെന്ന്. ആ സത്യങ്ങളാണ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തത്. ഞാൻ ഇടയ്ക്ക് വാച്ച് നോക്കണം, എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ അരമണിക്കൂർ വൈകിട്ടാണ് എനിക്ക് തുടങ്ങാൻ പറ്റിയത്. കാരണം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ കസേരകളോടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആ അരമണിക്കൂർ കൂടെ എടുത്തോളൂ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടുള്ള ആ പാഠകം ചെയ്യണം അദ്ദേഹം എന്നെ വേണ്ടത് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക.
നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ കളിയാക്കുക എന്നുള്ളതാണല്ലോ, പരിഹസിച്ച് നർമ്മം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് പോയി. അപ്പോൾ അത് ഇന്ന് ആവർത്തിക്കേണ്ട ആവശ്യമിട്ടാണ്, ഞാൻ ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഈ ഗുരുവായൂർ എന്ന് പേരായിട്ടുള്ളൊരു പ്രദേശം എങ്ങനെയാണ് ഗുരുവായൂരാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രം നോക്കിയാൽ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. മേൽപ്പത്തൂരാണ്, ഭട്ടതിരിപ്പാടാണ്. ഭട്ടതിരിപ്പാടല്ലാതെ മറ്റാർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ല. ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ബുദ്ധി, ഇവിടെ നമ്മളൊന്ന് ഐതിഹ്യത്തിനെയും കഥയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ഭാവന, ശബ്ദം കൊണ്ട് അർത്ഥവും ഗാംഭീര്യവും എല്ലാത്തരം ഭാവങ്ങളും സൃഷ്ടിക്കാൻ ഒന്നും വേണ്ടല്ലോ. നരസിംഹാവതാരമൊക്കെ സ്തംഭയഘട്ടയതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേമാതിരി തന്നെ രാസക്രീഡ വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാവും പുള്ളി എങ്ങനെയാണ് പദം കൊണ്ടൊരു ഭാവം സൃഷ്ടിക്കുന്നതെന്ന്. പുള്ളിക്ക് അതുപോലെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു മഹാഭാവമാണ് പ്രാണനാകണ ശരീരത്തിനെ, അതിലോടുന്ന വായുവിനെ ഗുരുവായു എന്ന് വിളിക്കാനുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിൻ്റെ. ആ യോഗീന്ദ്രാണ എന്നുള്ള ശ്ലോകം ഇഴവിരിച്ച് അഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാതഞ്ജല യോഗരഹസ്യമാണ്, കൃത്യമായിട്ട് പാതഞ്ജല യോഗരഹസ്യമാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ വരുന്ന കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കാട്ടിലും ഒരു 20 വയസ്സ് മൂത്ത പൂന്താനം ഗുരുവായൂർ വരുന്ന കാലത്ത്, ഗുരുവായൂർ കുഞ്ഞു ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രങ്ങൾ തിരുനാവായാണ് മഹാവിഷ്ണുവിൻ്റെ. എന്താ ഇവരവിടെ പോകാൻ? എല്ലാവരും പോയി ഭജിച്ചിരുന്ന അവിടെയാണ്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം അടുത്ത് തിരുനാവായല്ലേ ഏറ്റവും അടുത്ത്. എന്താ പൂന്താനം അവിടെ പോകാണ്ട് ഗുരുവായൂർക്ക് വന്നേ? കാരണം തിരുനാവായിൽ എന്നും വെട്ടും കൊലയായിരുന്നു. ഒരു ആധ്യാത്മിക അന്വേഷിക്ക് സമാധാനമായിട്ട് പോയിട്ടിരുന്നിട്ട് പ്രാർത്ഥിക്കാനും ജപിക്കാനും പറ്റിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. ശക്തിപ്രകടനങ്ങളുടെ സ്ഥലമായിരുന്നു. രാജാവ് ശക്തിപ്രകടനം നടത്തുന്ന സ്ഥലത്ത് ഒരിക്കലും പോയിട്ടിരിക്കരുത്, സമാധാനത്തോടെ ഇരുന്ന് ഭജിക്കാൻ പറ്റില്ല. രാജാവ് സമാധാനത്തോടെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ടിരുന്നാൽ ഭജിക്കാൻ പറ്റും. ഗുരുവായൂര രാജാവ് സമാധാനത്തോടെ ഇരിക്കുക, സാമൂരി മിണ്ടാണ്ടിരിക്കും. ഇവിടെ വന്ന സാമൂരിപ്പാടിന് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലമാണ്, അദ്ദേഹം ഭജിക്കാൻ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് പൂന്താനം അവിടെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട്. ഞാൻ പണ്ട് രേവതി ഭട്ടത്താനം പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, അത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഗുരുവായൂരിൽ പൂന്താനം എത്തിപ്പെടുക എന്നുള്ളത് ഒരു ചരിത്രത്തിൻ്റെ ദൗത്യമാണ്. കാരണം ആ മനുഷ്യനാണ്, ആ ദിവ്യാവതാരമാണ് ഗുരുവായൂരപ്പനെ കൃഷ്ണനാക്കിയത്, ഒരു സംശയമില്ല. അതിനു മുമ്പുള്ള ഒരു രേഖയിലും ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ച് കാണുന്നില്ല. ലോകൻ്റെ മലബാർ മാനുവൽ പിൽക്കാലത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ദ ഗ്രേറ്റ് വിഷ്ണു ടെമ്പിൾ അറ്റ് ഗുരുവായൂർ എന്ന് എഴുതി കാണും. നെവർ ദർ ഇസ് എ മെൻഷൻ ദാറ്റ് ഇറ്റ് ഈസ് എ ശ്രീകൃഷ്ണ ടെമ്പിൾ അറ്റ് ഓൾ. എവിടെയും കാണുന്നില്ല. അപ്പോൾ ഈ ഗുരുവായൂർ എന്ന് പറയുന്ന ആ പ്രദേശം 15-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും, തന്ത്രസമുച്ചയം എഴുതപ്പെടുന്നത് 1476 ചേന്നാസ് രവിനാരായണൻ നമ്പൂതിരിപ്പാട്. ആ മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ പരദേവത ശങ്കരനാരായണ സ്വാമിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശങ്കരനാരായണനാണ് തന്ത്രസമുച്ചയത്തിൻ്റെ കർത്താവിൻ്റെ പരദേവത. ശൈവ വൈഷ്ണവ സമന്വയം കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ്. കേരളത്തിൻ്റെ പുറത്ത് ശങ്കരനാരായണനെ അധികം കാണില്ല. അങ്ങനെയുള്ള ഭഗവാൻ. ഇപ്പം നമ്മൾ വേദത്തിൽ ഹരിഹര സൂക്തം എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ടെങ്കിലും അത് ശരിക്കും അഗ്നിക്കും ഇന്ദ്രനൊക്കെയുള്ള സൂക്തങ്ങളാണ് അർത്ഥം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതാണ് നമ്മൾ ശങ്കരനാരായണ സ്വാമിക്ക് അർച്ചനയ്ക്കും അഭിഷേകത്തിനും ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. പല വർക്കങ്ങളായിട്ടുണ്ടത് വേദത്തിൽ. പക്ഷേ കേരളത്തിൽ ആ ശങ്കരനാരായണനെ ഉപാസിക്കുന്ന ഒരാൾ സാമൂതിരി എന്ന സുഹൃത്തിന് വേണ്ടിയിട്ട് ആ നിർദ്ദേശം അനുസരിച്ച് നമ്മളൊരു ഡോക്ടറൽ തീസിസ് എഴുതിയിട്ട് വേണമല്ലോ പ്രാമാണ്യം കാണിക്കാൻ. ഡോക്ടറേറ്റ് കൊടുക്കണമെങ്കിൽ ഒരു പുസ്തകം എഴുതൂ, ഒരു ഡോക്ടറേറ്റ് തരാം എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്പൂരിപ്പാടിൻ്റെ അടുത്ത് സാമൂരിപ്പാട് പറഞ്ഞത്. ഒരു പുസ്തകം എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. 28ഓളം തന്ത്രഗ്രന്ഥങ്ങളാണ് കേരളത്തിൽ. 28ഓളം വിഷ്ണു സംഹിത, ഈശാന ഗുരുദേവ പദ്ധതി തുടങ്ങിയിട്ട് 28ഓളം തന്ത്രഗ്രന്ഥങ്ങൾ. ഒരു സുപ്രഭാതത്തിൽ സാമൂരിപ്പാട് പറയണേ, എൻ്റെ പ്രദേശങ്ങളിലൊക്കെ എൻ്റെ ഫ്രണ്ട് എഴുതിയ പുസ്തകം മതി നാളെ തൊട്ട് പറഞ്ഞു. തന്ത്രസമുച്ചയം അടിച്ചുറപ്പിക്കപ്പെടുകയാണ്. വിഷ്ണു സംഹിത കാറ്റിപ്പോയി, ഈശാന ഗുരുദേവ പദ്ധതി കാറ്റിപ്പോയി, എല്ലാം കാറ്റിപ്പോയി. എന്നാൽ ഇതിൻ്റെയൊക്കെ എസൻസ് ഇതിൻ്റെ അകത്തുണ്ട് തന്നെ. നമ്പൂരിപ്പാട് ഒരു സംഭവം മാത്രം പരദേശത്തു നിന്ന് എടുത്തു, ആഗമ സമ്പ്രദായത്തിൽ നിന്ന്, സഹ്യപർവ്വതത്തിൻ്റെ അപ്പുറത്തുനിന്ന്. പള്ളിവേട്ട നമ്മുടെ സമ്പ്രദായത്തിലില്ല. പള്ളിവേട്ട പുറത്തുനിന്നാണ്. അത് നമ്പൂരിപ്പാട് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. ആ എടുത്തതിന് ശേഷം ആദ്യത്തെ 2 പരീക്ഷണശാല വേണമല്ലോ. ഈ എഴുതിയ പുസ്തകം പരീക്ഷിക്കണമല്ലോ, പുതുക്കി പണിയണം. ആദ്യം
അതിനൊരു ശില്പഭാഗമുണ്ട്, ക്ഷേത്രത്തിൻ്റെ ഒരു ആകൃതി അത് ഇന്നതായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ക്രിയകൾ, പ്രതിഷ്ഠ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ജീർണോദ്ധാരം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, കലശം ഇങ്ങനെ ശുദ്ധി, ഇങ്ങനെ പുണ്യാഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ പ്രാവർത്തികമാക്കണ്ടേ? പ്രാവർത്തികമാക്കണ ഒരു ലാബറട്ടറി വേണ്ടേ? ആ 2 ലാബറട്ടറികളിലും മമ്മിയൂരും ഗുരുവായൂരും. ഈ തന്ത്രസമുച്ചയം ആദ്യം പ്രയോഗിച്ച് നോക്കപ്പെട്ട 2 ക്ഷേത്രങ്ങൾ ഈ ഹോൾ ഓഫ്, ഇന്ന് കേരളത്തിൽ മാത്രമല്ല തന്ത്രസമുച്ചയം, കേരള സമ്പ്രദായം എവിടെയൊക്കെ ഉണ്ടോ തന്ത്രസമ്പ്രദായം അവിടെ മുഴുവൻ അനുവർത്തിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ലാബുകളാണ് ഗുരുവായൂരും മമ്മിയൂരും. ആ കാലത്തായിരിക്കാം ഗുരുവിനും വായുവിനുമുള്ളൊരു വിശേഷാൽ ബലിക്കല്ല് ആ വടക്ക് കിഴക്ക് വശത്തിനോട് അടുപ്പിച്ചിട്ട് നമ്മുടെ കുന്നിക്കുരു വെച്ചതിൻ്റെ അവിടെയുള്ള ആ വലിയ നിലത്തുള്ള ബലിക്കല്ല് വരുന്നത്. അത് ഗുരുവിനും വായുവിനുള്ള ബലിക്കല, 2 പേർക്കും കൂടെ ഒരൊറ്റ ബലിക്കല്ല. തൂവി പോകുമ്പോൾ കാണാം, വേറെ ക്ഷേത്രങ്ങൾ കാണില്ല. അതിനു മുമ്പുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആകൃതി എന്തായിരുന്നു നമുക്കറിയില്ല. മേൽപ്പത്തൂർ കണ്ട ശ്രീകോവിൽ ഇതല്ല. എന്നാൽ മാനവേദൻ ഈ ശ്രീകോവിൽ കണ്ടിട്ടുണ്ട്, വില്ലുമംഗലം കണ്ടിട്ടുണ്ട്, 2ാം വില്ലുമംഗലം, 1ാമത്തെ ആളല്ല. അതിലേക്ക് ഞാൻ വരാം. ഗുരുവായൂർ ശരിക്ക് സാമൂതിരിക്ക് പ്രിയപ്പെട്ടതാവണം എന്താണെന്ന് വെച്ചാൽ, കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത് തൃക്കണാമതിലകം ക്ഷേത്രമായിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ ശിവക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ വെറുമൊരു താഴെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിലൊരു കീഴടം മാത്രം ഗുരുവായൂരപ്പൻ്റെ അമ്പലമായിരുന്നു. അതാണ് ആനയോട്ടത്തിൻ്റെ കഥയൊക്കെ, ആന ഓടി വന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ തൃക്കണാമതിലകത്ത് നിന്ന് ഓടി വന്നു എന്നാണ് പറയുക. ആ തൃക്കണവായ് എന്ന് പറയുന്ന ആ ക്ഷേത്രം 3000-ൽ പരം ക്ഷേത്രങ്ങളുടെ നാഥനായ ശിവനായിരുന്നു. അത് പിടിച്ചെടുത്താൽ മധ്യകേരളം കയ്യിൽ വന്നതിന് തുല്യമായി. പണ്ട് നമ്മൾ കരുതും ഇന്നത്തെ നമ്മുടെ ക്ഷേത്രസങ്കല്പം അല്ല. പണ്ട് നമ്മുടെ ഈ ക്ഷേത്രസങ്കല്പം, ഈ ഭക്തിയുടെ പേരിലുള്ള ക്ഷേത്രസങ്കല്പം വന്നിട്ട് അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഒരു 100 കൊല്ലത്തിൻ്റെ താഴെ. അതിനു മുമ്പ് ഇതൊക്കെ ഭരണകേന്ദ്രങ്ങളാണ്, പണം സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളാണ്, കാർഷിക സമ്പത്ത് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളാണ്, അറിവ് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളാണ്, ലൈബ്രറിയാണ്, ഖജനാവാണ്, അധികാര കേന്ദ്രങ്ങളാണ്, ശിക്ഷാവിധികൾ നിശ്ചയിക്കുന്ന കോടതികളാണ്. ഗുരുവായൂരപ്പൻ്റെ തെക്കേ വശം എത്ര ശിക്ഷണ നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ്. അത് ക്ഷേത്ര സങ്കേതമാണ്. ഇവിടെ നടക്കണ കുറ്റം ഇവിടെ വിചാരണ ചെയ്യപ്പെടും, ഇവിടെ തന്നെ ശിക്ഷ. പുറത്ത് നാടുവാഴിക്ക് പോലും, പുന്നത്തൂർ തമ്പുരാന് പോലും അവകാശമില്ല. അങ്ങനെയായിരുന്നു. മമ്മിയൂർ സങ്കേതമായിരുന്നില്ല, ഗുരുവായൂർ സങ്കേതമാവുകയും ചെയ്തു. 72 നമ്പൂതിരി കുടുംബങ്ങളുടെ ഉടമസ്ഥാവകാശം ഊരാളന്മാരാ. 72 കുടുംബങ്ങൾ, 1ഉം 2ഉം അല്ല. ഈ തൃക്കണവായ അമ്പലത്തിൻ്റെ കീഴേടമായി തുടരുമ്പോഴും ഇവിടെ 72 കുടുംബങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. മമ്മിയൂർ അത് കാണാൻ കിട്ടില്ല. മമ്മിയൂർ എന്നും ഒരു ഇൻഡിപെൻഡൻറ്റ്, ഒഴിഞ്ഞു മാറി ഒരു പുകമറയുടെ കത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം പോലെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ 15-ാം നൂറ്റാണ്ടാവുമ്പോൾ മമ്മിയൂർ പ്രസിദ്ധമായിട്ടുള്ളൊരു ശിവാലയമായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏറാൾപ്പാടിൻ്റെ പടനീക്കങ്ങളിൽ ഇത് കാണുന്നുണ്ട്. ആ കാലത്താണ് ഗുരുവായൂർ കോവിലകം സ്ഥാപിക്കാൻ സാമൂതിരിപ്പാട് തീരുമാനിക്കണം. സാമൂതിരിപ്പാട് കോവിലകം തീരുമാനിക്കുമ്പോൾ നാച്ചുറലി എന്താ, അദ്ദേഹത്തിന് എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും ഇരുന്നിരുന്ന ഒരു സാമൂതിരിയേ ഉള്ളൂ. ഏറാൾപ്പാടായിരുന്നപ്പോഴും സാമൂതിരി എഴുതിയപ്പോഴും അത് കൃഷ്ണാട്ട എഴുതിയ മാനവേദൻ തന്നെയാണ്. അദ്ദേഹം ഇവിടെ തന്നെയാണ് ജീവിച്ചത്, ഇവിടെ തന്നെയാണ് ശരീരം പിടിച്ചത്. അദ്ദേഹം നമ്മൾ കരുതുന്ന മാതിരി ഒരു ദുർബലനായിട്ടൊരു കവിയൊന്നും വരുന്നില്ല, മഹായോദ്ധാവായിരുന്നു. കൊച്ചി രാജാവിനെ ഇരിഞ്ഞാലക്കുടയ്ക്ക് എടുത്ത് വെച്ചിട്ട് അദ്ദേഹമാണ് വെട്ടിയത്. കൊച്ചി രാജാവ് പ്രാണനും കൊണ്ട് ഓടിയതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മാപ്രാണൻ എന്ന് പേര് വന്നത്. മാപ്രാണൻ, എൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞിട്ട് ഓടിയെന്നാണ്. അത് വെട്ടിയത് മാനവേദന. വളരെ ചെറുപ്പത്തിലെ ഏറാൾപ്പാടായി. 2ാമത്തെ സ്ഥാനമാണ് സാമൂതിരി സ്ഥാനങ്ങളിൽ 2ാമത്തെ ആളെയാണ് ഏറാൾപ്പാട് എന്ന് വിളിക്കുക. ഏറാൾപ്പാടിൻ്റെ അധിഷ്ഠാനം പാലക്കാട് കരിമ്പുഴയാണ്. 3 ക്ഷേത്രങ്ങളാണ് ഏറാൾപ്പാടിന്. സാമൂതിരി ഡയറക്റ്റായിട്ട് വഴിപാട് ചെയ്യുന്ന 178 ക്ഷേത്രങ്ങളാണ്. സാമന്തന്മാരിൽ ദേശമംഗലത്തിൽ 3000-ൽ പരം ക്ഷേത്രങ്ങളുണ്ട്. ഒളപ്പൗണ്ടമനയ്ക്ക് 2000-ൽ പരം ക്ഷേത്രങ്ങളുണ്ട്. എൻ്റെ ഗ്രാമം കൽപ്പാത്തിയിലെ സ്വാമിനാഥ കാര്യക്കാർക്ക് 560-ൽ പരം ക്ഷേത്രങ്ങൾ. ഇങ്ങനെ ഓരോ ഇല്ലക്കാർക്കും, പൂമുള്ളിമനയ്ക്ക് 2000-ൽ പരം ക്ഷേത്രങ്ങൾ. പക്ഷേ സാമൂതിരി നേരിട്ട് ഹാൻഡിൽ ചെയ്യണം 178 ക്ഷേത്രങ്ങൾ. ഏറാൾപ്പാട് വെറും 3 ക്ഷേത്രങ്ങൾ. ആ 3 ക്ഷേത്രങ്ങളിൽ 1ാമത്തെ ക്ഷേത്രം കരിമ്പുഴ, കാരണം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അവിടെയാണ്, ശ്രീരാമനാണ്. 2ാമത്തെ ക്ഷേത്രം മമ്മിയൂരാണ്. അപ്പോൾ ഏറാൾപ്പാടിൻ്റെ കയ്യിലേക്ക് എപ്പോഴാണ് മമ്മിയൂർ വന്ന് അന്വേഷിക്കണം. 3ാമത്തെ ക്ഷേത്രം എൻ്റെ പരദേവത പെരുങ്ങോട്ടുകാവിലെ ഭഗവതി, എലവഞ്ചേരി, നെമ്മാറെടുത്ത്, അത്രയും ദൂരെ, പാലക്കാടാണ്. ഈ 3 ക്ഷേത്രങ്ങൾ ഏറാൾപ്പാട് വകയാണ്.
അപ്പോൾ സാമൂതിരിക്ക് തിരുനാവായും പൊന്നാനിയും ക്യാമ്പുകളായി കഴിഞ്ഞപ്പോൾ തെക്കോട്ടുള്ള പടനീക്കത്തിലൊരു സ്ഥലം വേണം സൈന്യങ്ങളെ ക്യാമ്പ് ചെയ്യാൻ. അപ്പോൾ ചാവൽ വൃക്ഷങ്ങൾ ധാരാളമുള്ളൊരു പ്രദേശം, കിഴക്കേപ്പാടവും പടിഞ്ഞാറേപ്പാടവും ആയിട്ട് കിടന്ന രണ്ട് ചതുപ്പ് പോലുള്ളൊരു പ്രദേശം കടൽ തീരത്തിൻ്റെ അടുത്ത്, ചാവക്കാട് എന്ന് പറയും. ആ സ്ഥലത്തിന് ആദ്യം ഒരു ബാറ്ററി ആക്കി. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനം, സുൽത്താൻ ബത്തേരി എന്നൊക്കെ നമ്മൾ പറഞ്ഞ മാതിരിയുള്ള ബാറ്ററി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് സൈന്യം നിൽക്കുന്ന സ്ഥലം. പക്ഷേ എന്തോ കാരണം കൊണ്ട് അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കുലശേഖര ബന്ധം കൊണ്ടോ എന്തോ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഒരു 3 കിലോമീറ്റർ അകത്തേക്ക് വന്ന് കുരുവയൂർ ഒരു സൈനിക ക്യാമ്പ് ഉണ്ടാക്കി. ഇവിടെ അദ്ദേഹം ഒരു ക്യാമ്പ് ഉണ്ടാക്കുകയാണ്. ആ ക്യാമ്പ് ഉണ്ടാക്കുന്നത് ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ്. 15-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ശരിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിയിൽ നിൽക്കെ തന്നെ ഗുരുവായൂർ ഉയർന്ന് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു കഥയുണ്ട്, അത് രസമായിട്ടൊരു കഥയാണ്. ഒരിക്കലും നമ്പൂരിപ്പാട് വളരെ വിശന്ന് വലഞ്ഞ് രാത്രി വന്നു അത്ര വഴിക്ക്. മമ്മിയൂരന്ന് എന്നും അന്നദാനമുള്ള സമയമാണ്. ഇവിടെ വന്ന് രാത്രി നേരത്ത് ഇതൊക്കെ കഴിഞ്ഞ നേരത്ത് വന്നപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ഈ ആൽത്തറയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് എനിക്ക് ഭക്ഷണം കിട്ടുമോ ചോദിച്ചു. ഭക്ഷണം കിട്ടുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ അദ്ദേഹത്തിനെ കളിയാക്കാൻ നിശ്ചയിച്ചിട്ട് പറഞ്ഞു, അവിടെ ഭയങ്കര നിറയെ ഭക്ഷണം തരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കഴിച്ചോളൂ പറഞ്ഞു. അന്ന് വളരെ ഒരു നേരത്തെ അരിക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഗുരുവായൂർ ക്ഷേത്രം കടന്നിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം നിഷ്കളങ്കൻ ആ ഇരുട്ടത്ത് തപ്പിയും തടഞ്ഞും അവിടെ എത്തി. വാതിൽ ചെന്ന് തട്ടിയപ്പോൾ ഒരു ഉണ്ണി വന്നിട്ട് വാതിൽ തുറന്നു, വിളക്കുമായിട്ട് വന്നിട്ട്, അങ്ങ് പോയിട്ട് കുളിച്ചിട്ട് വരൂ, ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. മൃഷ്ടാന്നം ഭക്ഷണം കൊടുത്തു. കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ തന്നെ കിടത്തി വീശിയൊക്കെ കൊടുത്തു. പുലർച്ചെ പോകണ സമയത്ത് ആ കുട്ടിയെ അനുഗ്രഹിച്ചു എന്നാണ് പറയണം നമ്പൂരി. അവിടെ താഴും ഇവിടെ ഉയരുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി അത്ര. ഇതാണ് ഒരു കഥ. ഇടയ്ക്കൊരു കഥ പറയണം, അപ്പോഴേ നമുക്ക് ഭഗവാന്റെ അടുത്തേക്കൊന്നും ഇരിക്കാൻ പറ്റുള്ളൂ. ആ കഥ എന്തോ ആവട്ടെ, 15-ാം നൂറ്റാണ്ടിൽ അവസാനമാകുമ്പോഴേക്കും മമ്മിയൂർ ഉയർന്ന് നിൽക്കണം. മമ്മിയൂരിൻ്റെ ഒപ്പഴത്തേക്ക് ഇങ്ങനെ കയറി ഗുരുവായൂർ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം MGS നാരായണൻ പ്രൊഫസർ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനാണോ സാമൂതിരിയെ വളർത്തിയത് അതോ സാമൂതിരിയാണോ ഗുരുവായൂരപ്പനെ വളർത്തിയതെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ആ സാമാന്യ തത്വത്തിലേക്ക് എത്തും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. ഭഗവാൻ വളരണു, സാമൂതിരി വളരണു. അന്ന് ഈ കിഴക്കേ ഗോപുരമൊന്നുമില്ല, പടിഞ്ഞാറ് വശത്തെ ഗോപുരം മര്യാദയ്ക്കില്ല. കുറച്ച് നടവരവ് വരാൻ തുടങ്ങി. സാമൂതിരിക്ക് ഒരു സ്വഭാവമുണ്ട്, അദ്ദേഹം നല്ല ബിസിനസ്മാനാണ്. എല്ലാ സാമൂതിരിമാരും വരുമാനം തന്നാൽ അവിടെ ഡെവലപ്മെൻറ്റ് കൊടുക്കും. വരുമാനം വരാൻ തുടങ്ങിയപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. അന്ന് ഈ വാതിൽമാടമൊന്നുമില്ല. നമ്മുടെ ഈ വടക്കേ വാതിൽമാടവും തെക്കേ വാതിൽമാടവും ഒക്കെ പിന്നെ പണിതാണ്. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ ഒറിജിനൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പഴയ കണക്കിൽ. ഇതൊരു മഹാക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറിൽ ഇന്നും വരില്ല. അത് മഹാക്ഷേത്രമായത് ഭക്തരെ കൊണ്ടാണ്. നമുക്ക് തിരുവഞ്ചിക്കുളോ വൈക്കോ തിരുവല്ല ക്ഷേത്രമോ പത്മനാഭസ്വാമിയോ പോലെ അല്ലല്ലോ നമ്മുടെ ടെമ്പിൾ കോംപ്ലക്സ്. ഇവിടെ ഭഗവാന്റെ ചെറിയൊരു സ്ഥലമാണ് ഭഗവാൻ. ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച 15-ാം നൂറ്റാണ്ട് തൊട്ടിട്ട് പിന്നെ അവിടുന്ന് കയറുകയാണ്. നടവരവ് കൂടുന്നതിനനുസരിച്ച് സ്വർണവും വെള്ളിയും ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ 16-ാം നൂറ്റാണ്ടായപ്പോൾ സാമൂതിരി ഒരു സ്വർണ്ണക്കൊടിമര സ്ഥാപിച്ചു അവിടെ. ഈ സ്വർണ്ണക്കൊടിമരമൊക്കെ വരണത് ഈ തന്ത്രസമുച്ചയത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് കയറി വരുന്നത്. അപ്പോൾ ഈ കുരുവയൂർ ശരിക്ക് സാമൂതിരി വരുമ്പോൾ നമ്മൾ ഇതുവരെ പറയാത്ത ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്, പുന്നത്തൂർ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങളത് പഴയ തലപ്പള്ളി സ്വരൂപത്തിൻ്റെ പ്രദേശങ്ങളാണ്. സാമൂതിരി തെക്കോട്ടേക്ക് പടനീക്കം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കൊച്ചി രാജ്യമായിരുന്നു. കൊച്ചി രാജാവിൻ്റെ കയ്യിലായിരുന്നു ഈ ഗുരുവായൂരടക്കമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ. നാച്ചുറലി എന്തായി, ആക്രമണങ്ങൾ തടങ്ങി നമ്മൾ ആരുടെയെങ്കിലും സൈഡ് എടുക്കണം. അപ്പോൾ ചെറളയം, ചിറ്റന്നൂർ, മണക്കുളം, എലിയങ്ങോട്, പുന്നത്തൂർ 5 താവഴികളാണ്. ഇതിൽ ആദ്യത്തെ 3 ആൾക്കാർ കൊച്ചിയുടെ സൈഡിൽ നിന്നു. ചെറളയം, ചിറ്റന്നൂർ, മണക്കുളം. എലിയങ്ങാടും പുന്നത്തൂർ ഈ സൈഡിലേക്ക് ചാടി. കാരണം ആദ്യം വെട്ടുകിട്ടണം ഇവിടെയാണ്. മറ്റവർക്ക് അതൊക്കെ പറയാം, അവരുടെ ഭൂസ്വത്തുക്കൾ അങ്ങോട്ടാണ് കിടക്കണം തെക്കോട്ടേക്ക്. ഈ ആദ്യം വെട്ടുകിട്ടണവൻ സമാധാനം ചെയ്യല്ലേ ചെയ്യാൻ. അവർ സാമൂതിരിയുടെ ആ പുറക്കോയ്മ അവകാശം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൊടുത്തുകൊണ്ടാണ് പുന്നത്തൂർ തമ്പുരാൻ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ പ്രൈസ് എന്നാൽ എന്തായാലും ഇത്ര ഉറുപ്പിക്ക് എടുത്തെന്നാൽ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു മമ്മിയൂരിനെ. മമ്മിയൂരിന് അത്ര പ്രാധാന്യം അദ്ദേഹം അന്ന് കൽപ്പിച്ചിരുന്നുള്ളൂ. അപ്പോൾ സാമൂതിരി തമ്പുരാൻ എന്ത് ചെയ്തു, എന്നാൽ എല്ലാം എൻ്റെ പേരിൽ മാത്രം വേണം, എന്നാൽ തൻ്റെ പേരിൽ ഇരിക്കട്ടെ പറഞ്ഞാൽ അനിയൻ്റെ സ്ഥാനത്ത് വരണ ഏറാൾപ്പാടിനെ ഇത് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോഴും ഇവിടെ മഹാവിഷ്ണു ഇല്ല കേട്ടോ, മഹാദേവൻ മാത്രമേ ഉള്ളൂ.
ഈ മഹാവിഷ്ണു വന്നതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മഹാദേവൻ മാത്രം, ഇതൊരു ശിവക്ഷേത്രമാണ്, ഒരു ചെറിയ ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രം ഒരു കാലത്ത് ആറാട്ടായിട്ട് ഭാര്യയെ കാണാൻ പോയിരുന്ന ശിവനാണ്. അവിടെ ഒരു വെച്ച് എഴുന്നള്ളിപ്പിൻ്റെ രേഖകൾ കാണുന്നുണ്ട്. നമ്മളിന്ന് വടക്കേ കിഴക്ക് വശത്തേക്ക് തിരിച്ചിട്ട് ചുമരെ നോക്കിയിട്ട് മമ്മിയൂരപ്പനെ തൊഴുന്നൊരു കാലത്ത് അതൊക്കെ എന്നോ നിന്ന് പോയി. നമ്മൾ ഇന്ന് കരുതുന്ന, പലരും പറയും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഭഗവതി എന്ന്. ഭഗവതി ഭഗവാന്റെ ഉപദേവതയല്ല. ഭഗവതി ഒരു ഇൻഡിപെൻഡൻ്റ് ഡൈറ്റിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരാൾ വന്ന് ബംഗ്ലാവ് പണിത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ബംഗ്ലാവിൻ്റെ റെസ്റ്റ് ഹൗസായിട്ട് മാറുക? മാറില്ലല്ലോ. ആ അമ്മ സ്വന്തമായിട്ടുള്ള മതിൽക്കെട്ടുണ്ടായിരുന്നു. ഇന്നത് സൗകര്യാർത്ഥം പൊളിച്ചതാണ്. പഴയ ഇവിടെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് മുതിർന്ന ആൾക്കാരുണ്ടല്ലോ. അതിന് പ്രത്യേക പ്രവേശനദ്വാരവും അതിന് പ്രത്യേകമായിട്ട് ഇതുണ്ടായിരുന്നതാണ്. പ്രാചീനമായിട്ടുള്ളതിനെ മുഴുവൻ വേരെടുത്ത് പറിച്ച് കളഞ്ഞിട്ടില്ല. നമ്മുടെ പുതിയ തന്ത്രസമ്പ്രദായങ്ങൾ വന്നപ്പോൾ വളരാൻ സമ്മതിച്ചിട്ടില്ല, നിലനിർത്തി. വളരാൻ സമ്മതിച്ചിട്ടില്ല, നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഭാഗ്യം. പെറ്റമ്മ മറന്നില്ലല്ലോ, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേവി ഈ ഭഗവാനെ പ്രതീക്ഷിച്ചിട്ടാണ്. ശരിക്ക് മാളിയപ്പുറത്തേക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോഴും എഴുന്നള്ളിപ്പ് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ എഴുന്നള്ളിപ്പ് എന്നോ നിന്ന് പോയിട്ടുണ്ട്. അത് എന്ന് നിന്നുപോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വഴിയൊക്കെ തന്നെ ആയിരിക്കാം കൊട്ടി എഴുന്നള്ളിച്ച് പോരുന്നത് ഭാര്യയെ കാണാൻ. അത് ഏത് ദിവസമായിരുന്നു? ധനുമാസത്തിലായിരുന്നു എന്ന് കണ്ട്. തിരുവാതിര ആകാം, ഉറപ്പില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കംസവധം നടന്നത് ശിവരാത്രിക്കാണെന്ന്. പക്ഷേ അത് December 14 ഡേറ്റ്. കാരണം 5000 കൊല്ലം മുമ്പ് ഗ്രഹങ്ങളുടെ വ്യത്യാസങ്ങളനുസരിച്ച് ശിവരാത്രി അന്നായിരുന്നു. ഇന്നത്തെ വിഷുവിനല്ലല്ലോ വരുന്നത്. നമ്മൾ പറയും കണിക്കൊന്ന കാലം തെറ്റി പോത്തുമെന്ന്. കണിക്കൊന്നൊന്നും കാലം തെറ്റുന്നില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ പഞ്ചാംഗങ്ങൾ പരിഷ്കരിക്കാത്തതുകൊണ്ടാണ്. കേന്ദ്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യത്തെ ഗവൺമെൻറ് വന്നപ്പോൾ ആരുടെയോ നിർബന്ധം കൊണ്ട് ഏതോ ഒരു സിൽബന്ധിയെ വെച്ചിട്ട് ഒരു പരിഷ്കരണ കമ്മിറ്റി ഉണ്ടാക്കി. അത് വെച്ചിട്ട് ഇപ്പോഴും ഇവിടെ ജ്യോത്സ്യന്മാർ അയനാംശം കൂട്ടണത്. ലാഹിരി അയനാംശം എന്ന് പറയും. ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നവരും അറിവുള്ളവർക്കും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. മഹാബദ്ധമാണത്. ആ പഞ്ചാംഗം മാറ്റിയില്ലെങ്കിൽ വൈകാണ്ട നമ്മുടെ ധർമ്മം ആചരണങ്ങളാൽ തന്നെ നശിച്ചു പോകും. അതാരാ മാറ്റേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓണം വരുന്നത് കർക്കിടകത്തിലാണ്. അഷ്ടമിരോഹിണി നോക്കൂ, ജൂലൈ 18 ഭഗവാൻ ജനിക്കുമ്പോൾ. 16-ാം നൂറ്റാണ്ടിന് ശേഷം 1 ഡിഗ്രി വ്യത്യാസം വന്നിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിൽ. ആ 1 ഡിഗ്രി പോലും ഉണ്ടാക്കുന്ന ചേഞ്ച് ഭയങ്കരമാണ്. നമ്മൾ സംസാരിക്കുന്ന 5000 കൊല്ലം തൊട്ടിട്ട് കഴിഞ്ഞ 2000 കൊല്ലം മുമ്പ് വരെ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 1500 കൊല്ലം മുമ്പ് വരെയുള്ള ഒരു കാലമാണ്. അപ്പോൾ മേൽപ്പത്തൂർ ഇവിടെ ഇരിക്കുന്ന കാലത്ത് പോലും പഞ്ചാംഗം വേറെയാണ്. പൂന്താനം ഇവിടെ ഇരിക്കുമ്പോൾ പഞ്ചാംഗം വേറെയാണ്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി ഇന്ന് വരുന്നത് ശരിക്കും എന്നായിരിക്കും ശരിക്കും കണ്ടുപിടിക്കണം. ചിന്തിക്കാൻ വേണ്ടി പറയാം, കൺഫ്യൂഷനാക്കാൻ വേണ്ടി പറയല്ല. നമ്മളെന്താണോ സങ്കല്പിച്ച് ചെയ്താൽ ഭഗവാൻ ഉൾക്കൊള്ളുന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇത് പറയാൻ ചിലപ്പോൾ ഇതായിരിക്കാം അവസരം. ആരെങ്കിലും അതിന് മുൻകൈ എടുത്താൽ അത്ര സന്തോഷമായി. അപ്പോൾ ഈ പുന്നത്തൂർ തമ്പുരാൻ ഇതിന് പകരം കിട്ടിയ, മമ്മിയൂരും ഗുരുവായൂരും കൊടുത്തതിന് പകരം കിട്ടിയത് എന്തറിയോ? അരിയിട്ട് വാഴ്ച നടക്കും സാമൂതിരിപ്പാടിൻ്റെ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വന്നിട്ടാണ്. സാമൂതിരിപ്പാടിന് ക്ഷത്രിയത്വം ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനെ അരിയിട്ട് വാഴ്ച ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വന്ന് നടത്തണം. കേരളത്തിൽ ക്ഷത്രിയത്വമുള്ള കുറച്ചെങ്കിലും ഉള്ള ഒരു രാജവംശം കൊച്ചിയാണെന്നാണ് പഴയ രേഖകളിൽ. ഹിരണ്യഗർഭം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തിയിട്ട് തിരുവിതാംകൂർ അതിലേക്ക് ഉയർന്നു. അവർ ഭഗവാന്റെ വംശക്കാരാണെന്നാണ് പറയണം. ആയി രാജവംശക്കാർ കോലത്തിരിയും അവർ വന്നാണ്, അവിടുന്ന് ദത്തെടുക്കുള്ളൂ. പക്ഷെ സാമൂതിരി അങ്ങനെയല്ല. ഏറാൾപ്പാടന്മാർ നായർ വംശക്കാരാണ്. അപ്പോൾ അവർക്ക് അരിയിട്ട് വാഴ്ച നടത്താൻ ആഴ്വാഞ്ചേരിക്കാർ വരണം, തമ്പ്രാക്കന്മാർ വരണം. ആ തമ്പ്രാക്കൾ വന്നിട്ട് അരിയിട്ട് വാഴ്ച നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുങ്ങിക്കുളിയുണ്ട്. ഈ മുങ്ങിക്കുളിക്കുമ്പോൾ ഇടത്ത് വശത്ത് നിന്നിട്ട് മുങ്ങാനുള്ള അവകാശം എന്നാ പുന്നത്തൂർ തമ്പുരാന്. ഇന്ന് നമുക്കാരെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് കുളിച്ചോ, എന്നാൽ നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അന്ന് അതൊക്കെ വലിയ കാര്യമാണ്. അത് കഴിഞ്ഞാൽ ഒരു ഇലയിട്ട് ഊണുണ്ട്, ഇടതുവശത്തിരുന്ന് ഉണ്ണാനുള്ള അവകാശം. സാമൂതിരിപ്പാട് ആദ്യത്തെ ഉരുള കഴിച്ചാൽ പിന്നത്തെ ഉരുള കഴിക്കാനുള്ള അവകാശം. വലതുവശത്ത് എപ്പോഴും തിരുമാനശ്ശേരി നമ്പിടിയാണ്. അദ്ദേഹം പന്നിയൂർ ഗ്രാമക്കാരനാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് വള്ളുവനാടിനെ ആക്രമിക്കുന്നത് തന്നെ സാമൂതിരി. വലിയ ഫ്രണ്ടാണ്.
സാമൂതിരിയുടെ പടത്തലവനായിരുന്നു. കോഴിക്കോട് തുറമുഖം ബന്ദർക്കോയുടെ കയ്യിലും പൊന്നാനി തുറമുഖം തിരുമാനശ്ശേരി നമ്പിടിയുടെ കയ്യിലുമായിരുന്നു. മാമാങ്കത്തിനും അങ്ങനെ നിൽക്കുക. ബന്ദർക്കോയ ഇടത്തും തിരുമാനശ്ശേരി വലത്തുമായിട്ടാണ് നിലപാട് തറയി നിൽക്കുക, വാളൂരി പിടിച്ചിട്ട്. ആ സമയത്ത് മമ്മിയൂരും ഗുരുവായൂരും വഴിപാടുകളുണ്ട്. ഇവിടുന്ന് ഒരു പോഷക സൈന്യം പോകുന്നുണ്ട് മാമാങ്കത്തിന്. പലരും തിരിച്ചു വരാറില്ല. കാരണം മാമാങ്കത്തിന് പോയാൽ തിരിച്ചു വരുന്ന ഉറപ്പില്ലല്ലോ. വെട്ടിമരിക്കുക എന്നുള്ള ചാവേറുകൾ വന്നിട്ട് തീർക്കുന്ന 30,000-40,000 ആൾക്കാരുടെ ഇടയിലേക്കാണ് 18, 20, 300 ആൾക്കാർ ഇരച്ച് കയറിയിട്ട് ആവുന്നത്ര ആൾനാശം വരുത്തിയിട്ട് തീർത്തു പോകുന്നു. അപ്പോൾ മമ്മിയൂർ ക്ഷേത്രം തെക്കോട്ടേക്കുള്ള സാമൂതിരിയുടെ പടമുട്ടുകളിൽ ഒരു കയറിത്തൊഴാനുള്ളൊരു സ്ഥലവും ഗുരുവായൂർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ ഒരു സൈനിക താവളമായിട്ട് മാറുകയാണ്. അത് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ട് മാറണത് നമ്മുടെ മാനവേദൻ തമ്പുരാൻ ജനിക്കണോട് കൂടിയിട്ടാണ്. കൃഷ്ണാട്ടം എഴുതിയ സാമൂതിരി, കൃഷ്ണഗീതയുടെ കർത്താവായിട്ടുള്ള അദ്ദേഹമാണ് വാസ്തവത്തിൽ മമ്മിയൂർ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുന്നത്. അദ്ദേഹം ഏറാൾപ്പാടായിട്ട് അനേക വർഷങ്ങൾ ഭരിച്ചിട്ടുണ്ട്. കൃഷ്ണഗീതി എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിൽ പറയുന്നുണ്ട് സാമൂതിരിയുടെ സേവകനായ ഞാൻ എന്നൊരു സൂചനയും, എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഭൂപാലനായിട്ടുള്ള ഞാൻ, ചക്രവർത്തിയായിട്ടുള്ള ഞാൻ എന്നുള്ളൊരു സൂചനയും കാണാം. അപ്പോൾ എഴുതി തുടങ്ങിയത് ഏറാൾപ്പാടായിരുന്നപ്പോഴും എഴുതി അവസാനിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹം സാമൂതിരിയായിട്ടുണ്ട്. അത് ചെറിയ വർഷങ്ങളൊന്നുമല്ല, അനേക വർഷങ്ങളാണ്. കാരണം 73 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. 1585 അദ്ദേഹം ജനിക്കണം. 1585 ജനിച്ച് 1658 1658 വരെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ട്. 73 വയസ്സ് വരെ. അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോഴാണ് നാരായണി എഴുതി കഴിയണം. തമ്പുരാന് 2 വയസ്സേ ഉള്ളൂ. ഇവിടെ മേൽപ്പത്തൂർ നാരായണി എഴുതി കഴിയുമ്പോൾ മേൽപ്പത്തൂരിന് അന്ന് 28 വയസ്സാണ്. മേൽപ്പത്തൂർ ജനിക്കണം 559 1559. മേൽപ്പത്തൂരിൽ കണ്ടിട്ടുള്ള ഒരു വസ്തു ഇന്ന് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് ഈ മമ്മിയൂർ ക്ഷേത്രവും ഗുരുവായൂരത്തെ കൂത്തമ്പലവും മാത്രമാണ്. മമ്മിയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയൂരത്തെ ശിവലിംഗം ക്ഷേത്രം ഒക്കെ പുതുക്കി പണിതിട്ടുണ്ട്. വ്യാപക നാശങ്ങൾ വന്നിട്ടുള്ള ക്ഷേത്രം. ഗുരുവായൂരത്തെ കൂത്തമ്പലം 1540കളിൽ പുതുക്കി പണിതാണ്. ശ്രീകോവിൽ പോലുമല്ല. അപ്പോൾ മേൽപ്പത്തൂർ കണ്ടിട്ടുള്ള ഒരു സ്ഥലം അതായിരിക്കും, പൂന്താനം കണ്ടിട്ടുള്ള ഒരു സ്ഥലം അതായിരിക്കും. കാരണം മേൽപ്പത്തൂർ 1632 ശരീരം വെടിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് 73 വയസ്സിലാണ് മുക്കോല വെച്ചിട്ട് അദ്ദേഹം ശരീരം വെടിയണം. 638 നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ മാനവേദൻ തമ്പുരാൻ പുതുക്കിപ്പണിയാണ്. തമ്പുരാൻ ഇവിടെ തന്നെ താമസം, തമ്പുരാൻ ഇവിടുന്ന് പോവില്ല. സൈന്യത്തിനെ നീക്കണതും പടനീക്കങ്ങളും കാര്യാലോചനകളും പൊന്നാനിത്തെ കച്ചവട കാര്യങ്ങളൊക്കെ ഇവിടെയാണ്, ഈ 2 ക്ഷേത്രങ്ങളിലാണ്. അപ്പോൾ അദ്ദേഹം ഏറാൾപ്പാടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഈ ശങ്കരനാരായണ സങ്കല്പം വളരെയധികം ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. കൃഷ്ണഗീതി വായിച്ചാൽ മനസ്സിലാവും. ബാണയുദ്ധത്തിലൊക്കെ ശങ്കരനാരായണ സ്തുതി വായിച്ചാൽ ശരിക്കും മനസ്സിലാവും എത്രമാത്രം ശിവനെയും വിഷ്ണുവിനെയും ഒന്നായി കണ്ട ഒരാളായിരുന്നു മാനവേദൻ തമ്പുരാൻ. അദ്ദേഹമാണ് ഈ മഹാവിഷ്ണുവിനെ ഇവിടെ ഗുരുവായൂരപ്പൻ എന്നുള്ള സങ്കല്പത്തിൽ തന്നെ പ്രതിഷ്ഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തിന് മുമ്പ് ഒരു രേഖയിലും മമ്മിയൂർ ക്ഷേത്രത്തിൽ ഒരു വിഷ്ണു ഇല്ല. സ്വന്തമായിട്ട് തുല്യമായിട്ട് സ്വന്തമായിട്ടുള്ള ചിട്ടകളും ഒന്നും അപ്പുറത്തേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഇന്ന് കാണുന്ന ഈ സ്ട്രക്ചറിൽ ഈ വാതിൽമാട ഈ നമസ്കാര മണ്ഡപം ഒന്നുമില്ലെന്ന്. അതൊക്കെ പടയോട്ടത്തിന് മുമ്പുള്ളൊരു കാലമാണല്ലോ. അപ്പോൾ മാനവേദൻ തമ്പുരാൻ ഗുരുവായൂരപ്പൻ്റെ അവിടെയുള്ള വരവ് ഉപയോഗിച്ചിട്ട് തന്നെ പണിതിട്ടുള്ളതാണിത്. ആ തമ്പുരാൻ്റെ കാലത്ത് പണിത്. അതുകൊണ്ടായിരിക്കാം കൃഷ്ണനാട്ടത്തിൻ്റെ ഒരു കളരി സരസ്വതി മണ്ഡപത്തിലായിരുന്നു എത്രയോ കാലം. ഇവിടെയാണ് കൃഷ്ണനാട്ടം കളരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗുരുവായൂർ. എനിക്ക് തോന്നുന്നു മോഡേൺ കാലഘട്ടത്തിൽ ഒരു 81 വരെ അത് ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് പരമേശ്വര സാർക്കൊക്കെ ചിലപ്പോൾ കൂടുതൽ പറഞ്ഞാൽ അറിയായിരിക്കും, അദ്ദേഹത്തിന് അറിയായിരിക്കും. അപ്പം ഒരു വലിയൊരു കാലയളവ് ഈ മേൽപ്പത്തൂരിൻ്റെ കാലത്ത് മമ്മിയൂരിനെ കുറിച്ച് ഒരക്ഷരം എഴുതിയിട്ടില്ല അദ്ദേഹം. മേൽപ്പത്തൂർ നല്ല യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഗുരുവായൂരിൽ അദ്ദേഹത്തിൻ്റെ താമസക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകത്തിൽ ചെറിയ ചില സൂചനകളൊക്കെ കാണാം. ഗോശ്രീ നഗരപ്രശസ്തി എന്ന് പറഞ്ഞിട്ട് എറണാകുളം നഗരത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ റൈറ്റിംഗ് ഉണ്ട്. ഗോശ്രീ എന്ന് പറഞ്ഞാൽ കൊച്ചി സംസ്കൃതമാണ്. ഗോശ്രീ കൊച്ചി ആയതാണ്. ഗോശ്രീ രാജവംശം എന്ന് പറഞ്ഞാൽ കൊച്ചി വംശമാണ്. ഗോശ്രീ നഗരപ്രശസ്തി തമ്പുരാൻ ക്ഷണിച്ചു വരുത്തി മേൽപ്പത്തൂരിനെ. അപ്പോൾ കൊച്ചിയിൽ പോയി കണ്ട കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹം ഗുരുവായൂരുള്ള പ്രദേശത്തിനെ കുറിച്ച് പറഞ്ഞു
പല ശ്ലോകങ്ങളിലും എവിടെയും മമ്മിയൂരപ്പനെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്ത് കാണുന്നില്ല. ചിലർ പറയണു അദ്ദേഹം കടുത്ത വൈഷ്ണവനായതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം പറയാത്തതാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പൂന്താനവും പറഞ്ഞിട്ടില്ല. പൂന്താനം പാർത്ഥസാരഥി, ആറന്മുള പാർത്ഥസാരഥിയെക്കുറിച്ച് വരെ സ്തോത്രം എഴുതിയ ആളാണ്. പൂന്താനം ഇവിടെ താമസിച്ച് ജീവിച്ച് ഇവിടെ എത്രയോ കാലം ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഭേദഭാവമില്ല. എത്ര മറ്റ് ദേവീദേവന്മാരെക്കുറിച്ച്, എന്തിന് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നിന്ന് വരെ എഴുതിയ ആൾ അദ്ദേഹം. എന്തുകൊണ്ട് മമ്മിയൂരപ്പനെ കുറിച്ച് ഒരു വരി പോലും എഴുതിയിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. ആ കാലഘട്ടം ശരിക്ക് വളരെ ഇരുണ്ടൊരു കാലഘട്ടമാണ്. ഇനി ഗുരുവായൂരുമായിട്ട് എന്തെങ്കിലും സ്പർദ്ധയിലായിരുന്നു അന്ന് മമ്മിയൂർ പ്രദേശം എന്ന് നമുക്ക് ചിന്തിക്കേണ്ട വിധത്തിൽ ഇരുളടഞ്ഞ ഒരു സമയം ആ ഭാഗത്ത് ശരിക്ക് കാണാൻ പറ്റും. നമ്മളൊരു ചെറിയൊരു യാത്ര പോകുമ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടു പോകണ മാതിരി ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതൊരു സിമ്പോസിയം അല്ല, ഇന്ന ഡേറ്റ് ഇതെന്ന് പറയാനുണ്ട്. ഒരു രസം, നമ്മളിതിങ്ങനെ ഒരു കാലഘട്ടത്തിന് നമ്മൾ ഓർക്കുക അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ വില്ലുമംഗലം 1575 ജനിച്ച വില്ലുമംഗലം, 10 വയസ്സ് മൂത്ത ആളാണ് മാനവേദനേക്കാളും. 10 വയസ്സ്, 16 വയസ്സ് ചെറുപ്പമാണ് മേൽപ്പത്തൂരിനേക്കാളും. നമ്മൾ വടക്കുന്നാഥനിൽ ഭഗവാനെ കണ്ടിരുന്ന വില്ലുമംഗലല്ലേ, കുറൂരമ്മയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞ വില്ലുമംഗലല്ലേ, ആ വില്ലുമംഗലത്തിന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കാട്ടിലും 16 വയസ്സ് ചെറുപ്പമായിരുന്നു. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോഴാണ് മാനവേദൻ തമ്പുരാൻ ജനിക്കുന്നത്. തന്നെക്കാളും 10 വയസ്സ് മൂത്ത ഗുരുനാഥനായിരുന്നു വില്ലുമംഗലം മാനവേദന്. കുറേ കാര്യങ്ങൾ നമുക്ക് ചേർന്ന് വരില്ല. കൂത്തമ്പലം മാനവേദൻ ജനിക്കുമ്പോഴേക്കും ഉണ്ട്. അപ്പോൾ എങ്ങനെ കൂത്തമ്പലം നിന്ന സ്ഥാനത്ത് ഭഗവാനെ കണ്ടു എന്ന് പറയണത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡേറ്റ് വെച്ച് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ വിഷയം. നമ്മളിവിടെ ഇന്നിവിടെ നമ്മൾ പറയുന്ന ഈ 2 ക്ഷേത്രങ്ങളും തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് പോയിട്ട് അത് കഴിയുന്നത്ര നോക്കി പോകാന്നുള്ള. വില്ലുമംഗലം ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. 1575 ജനിച്ച വില്ലുമംഗലം 1660 മരിക്കുന്നത്. 85 വയസ്സിലാണ് വില്ലുമംഗലം സമാധിസ്ഥനാവുന്നത്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായിട്ടുള്ളൊരു ഗൃഹത്തിലാണ് മേൽപ്പത്തൂരും ജനിച്ചിരിക്കുന്നത്. വെള്ള എന്ന് പറയുന്ന ഗൃഹം, ചന്ദനക്കാവിൻ്റെ അടുത്ത്. അദ്ദേഹം മമ്മിയൂരപ്പനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല, ഭഗവതിയെക്കുറിച്ചും ഒന്നും പറയുന്നില്ല. കാരണം ഗുരുവായൂരപ്പനെ കൺകുളിർക്ക് കാണാൻ സാധിച്ചിരുന്ന, വടക്കുന്നാഥനെ കാണാൻ സാധിച്ചിരുന്ന വില്ലുമംഗലത്തിന് എടത്തിരുകത്താവിലമ്മയും മമ്മിയൂരപ്പനെയും കാണാൻ പറ്റാണ്ടിരിക്കുമോ? ഈ ചുറ്റുപാട് എന്തിന് ഹരികന്യാക്ഷേത്രത്തിനെ കുറിച്ച് പോലും അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇതൊക്കെ ഇവരിനി എഴുതി വെച്ചത് നശിപ്പിക്കപ്പെട്ടതാണോ സ്ഥാപിത താല്പര്യക്കാരുടെ കൈകൊണ്ട്? നമ്മളിന്ന് അറിയുന്ന ചരിത്രങ്ങളൊക്കെ സ്ഥാപിത താല്പര്യക്കാരുണ്ടാക്കിയിട്ടുള്ളതാണ്. ചിലരുടെ അപ്രമാദിത്വങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനെ എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗവതം, കുറച്ച് രാമായണം, കുറച്ച് നാരായണിയൊക്കെ മിക്സ് ചെയ്തിട്ട് കഥയാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ എന്താ, സാധാരണ ജനം അത് ഭക്ഷിച്ചോളും. അപ്പോൾ ഇവർ ഇങ്ങനെ 3 ആൾക്കാർ, ഞാൻ പൂന്താനത്തിനെ തൊട്ടിട്ടില്ല ഇതിൽ, പക്ഷെ പൂന്താനം ഒന്നും ഇത്രയും കൃതികൾ എഴുതിയ പൂന്താനം ഒരു സ്തോത്രകൃതി പോലും എഴുതിയിട്ടില്ല, ഒരു 4 വരി പോലും എഴുതിയിട്ടില്ല. അതേപോലെ മേൽപ്പത്തൂർ എഴുതിയിട്ടില്ല. മാനവേദൻ മാത്രം മനസ്സ് നിറഞ്ഞ് സ്തുതിച്ചിട്ടുണ്ട് ശൈവ വൈഷ്ണവ സമന്വയത്തിനെ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതെന്നുള്ള ഒരു വേഗമായിട്ട് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു രേഖയാണ് ഈ വിഷ്ണുപ്രതിഷ്ഠ. ഇവിടെ സുബ്രഹ്മണ്യസ്വാമിയും ഗണപതി ഭഗവാനും അയ്യപ്പനൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. കാരണം അതൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് 1960കളോട് അടുപ്പിച്ച് കിട്ടുകയാണ് ചെയ്തു. ഒരു ദേവപ്രശ്നത്തിൽ ഇതിവിടെയൊക്കെ കിടക്കേണ്ടതെന്ന് കണ്ടിട്ട് വിഷ്ണുവിൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കണതിനോടനുബന്ധിച്ചിട്ടും ഈ മുഖമണ്ഡപങ്ങൾ പുതുക്കിപ്പണിയണേന്. അപ്പോൾ ഗുരുവായൂർ കൊച്ചിയുടെ എന്താ പറയുക, സാമൂതിരിയുടെ ആസ്ഥാനമായി മാറി ഏറാൾപ്പാട് ഇത്രയും സ്ട്രോങ് ആയി വരുന്നു. മാനവേദനെ പോലൊരു തമ്പുരാൻ അതിനെ കൊച്ചിയിലെ രാജാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു മാപ്രാണം, മഹാ അപമാനം ഉണ്ടാക്കി വയ്ക്കണു എന്ന് വരുമ്പോൾ നാച്ചുറലി കൊച്ചിക്കും കൊച്ചിയുടെ ഇഷ്ടക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ചെറളയം, ചിറ്റന്നൂർ, മണക്കുളം തുടങ്ങിയിട്ടുള്ള അന്നത്തെ കോവിലകങ്ങൾക്കും അത് സഹിക്കാൻ പറ്റാണ്ടായി. ആർക്കൊക്കെയോ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ സഹിക്കാൻ പറ്റാണ്ടായതുകൊണ്ട് അവർ കൊച്ചിയെ പറഞ്ഞ് ഇളക്കുകയാണ്. തലപ്പള്ളി ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മമ്മിയൂരെങ്കിലും ഞങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടണം.
ഗുരുവായൂർ ആകെ ഒരു ഉദയാസ്തമന പൂജ ഏകാദശിക്ക് കഴിക്കാൻ മാത്രമുള്ള അവകാശം മാത്രമായിട്ട് കേരളത്തിനെ ഞെരുക്കി കളഞ്ഞു സാമൂതിരി. അതിൽ കൈവയ്ക്കാൻ നോക്കി, സഹായിച്ചില്ല. അതിനും കഥകളുണ്ട്. ഗുരുവായൂരപ്പൻ ഒരു വണ്ടി നിറച്ച് ചോറുമായിട്ട് വന്നു എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ 3 കോവിലകങ്ങളുടെ സഹായത്തോടു കൂടി കൊച്ചി രാജാവ് രാമവർമ്മ സ്വയം സൈന്യത്തിനെ നയിച്ചു വന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഞാനത് 1ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അഖിലം മധുരത്തിൽ. ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന ജാവക്കാരായിട്ടുള്ള 30,000-ൽ വരുന്ന ജാവൻ പട്ടാളം, വില്യം ബേക്കർ ജക്കോബ് എന്ന് പറഞ്ഞ ഡച്ച് സൈന്യാധിപൻ, സാമൂതിരിക്ക് ചെകടത്തടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചേറ്റുവ ആക്രമിക്കുക, ഗുരുവായൂരിനെ ഏത് വിധേനെങ്കിലും നശിപ്പിക്കുക. ആരാ നിൽക്കണത്? കൊച്ചി രാജാവും ചെറളയും ചിറ്റന്നൂരും മണക്കളും കൂട്ടിക്കൊണ്ടിട. വാ, കാണിച്ചു തരാം, സ്ഥലം കാണിച്ചു തരാം. കൂട്ടിക്കൊണ്ടുവന്ന് ഈ പടിഞ്ഞാറേ ഗോപുരം വഴി അകത്ത് കടത്തി. അവരാരും അകത്ത് കടന്നില്ല. അവർക്ക് ആ മഹാഭാവത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പിലാത്തോസിനെ മാതിരി പുറത്ത് നിൽക്കണം. കേൾക്കുമ്പോൾ വിഷമം തോന്നും. പറയാൻ എനിക്ക് ഒരു പേടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അത് പറഞ്ഞത്. രേഖകളുള്ള കാര്യമാണ്. വരണ വഴിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിന് എന്തോ ഭാഗ്യത്തിന് ഡച്ച് സൈന്യം വെറുതെ വിട്ടു. അവരുടെ വിചാരം എന്തിപ്പോൾ ഇതിനെ വരണ വഴിക്ക് തിരിച്ചു വരുമ്പോൾ തൊടാമല്ലോ എന്നുള്ളതിലായിരിക്കാം. അവിടെ ചെന്ന് പടിഞ്ഞാറ് വശത്തെ ഗോപുരം അന്ന് ഇന്നത്ര വലിപ്പമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത് അങ്ങോട്ട് അകത്തേക്ക് എരച്ച് കയറി ഈ 30,000-ൽ പരം വരുന്ന പട ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കൊടിവരം കൊള്ളയടിച്ചു. ആദ്യം തകിടായിട്ട് പൊളിച്ചു, നിധിയറ തകർത്തു, ചെയ്യാവുന്ന നാശനഷ്ടങ്ങളൊക്കെ വരുത്തി. വിഗ്രഹം മാത്രം ഒന്നും ചെയ്യരുതെന്ന് ഇവരിവിടുന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തില്ല. 1716 ഗുരുവായൂരപ്പൻ്റെ ശനിദശ തുടങ്ങണ വർഷം, മമ്മിയൂരിൻ്റെ ഏറ്റവും വലിയ ദുരിതകാലം തുടങ്ങണ വർഷമാണ്. ഈ പ്രദേശം നശിച്ചു തുടങ്ങണ വർഷമാണ്. ഈ 1716-ത്തെ ആക്രമണം ഗുരുവായൂരിനെ സാമ്പത്തികമായിട്ട് തകർത്ത് തരിപ്പണമാക്കി. സാമൂതിരിപ്പാട് അനങ്ങിയില്ല. പക്ഷേ ഡച്ചുകാരെ പേടിക്കേണ്ടി വന്നു. തലപ്പള്ളി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഐനിക്കൂർ എന്ന് പറയും, അതിൻ്റെ പ്രദേശങ്ങളിൽ ഞാനിനി പ്രവേശിക്കില്ല എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു സാമൂതിരിക്ക്. എന്ന് വെച്ചിട്ട് ഗുരുവായൂരും മമ്മിയൂരും പുള്ളി വിട്ടുകൊടുത്തില്ല. അത് കഴിഞ്ഞോട് കൂടിയിട്ട് സാമൂതിരി പക്ഷേ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വരവുണ്ടെങ്കിൽ ചെലവ് ചെയ്യും. മൂപ്പര് വരവ് വരാൻ വേണ്ടി കാത്തിരുന്ന് പണിക്കര് വീട്ടിലൊരു ഇട്ടിരാരിച്ച മേനോൻ കാര്യസ്ഥനായിരിക്കണ കാലത്ത് 1747 വരെ ആ ഗോപുരം കത്തിക്കരിഞ്ഞ് കിടന്നു. പടിഞ്ഞാറേ ഗോപുരം തീ വെച്ചിട്ട് അവർ പുറത്തേക്ക് പോയത്. അത് കരിഞ്ഞ ഗോപുരത്തിൽ കൂടെ ജനം അകത്ത് കയറി തൊഴിലും പുറത്തേക്ക് ഇറങ്ങലുമായിരുന്നു. 1747 എന്ന് നമ്മൾ കാണുന്ന പടിഞ്ഞാറേ ഗോപുരം പണിയണത്. കിഴക്കേ ഗോപുരം അന്നുമില്ല. അന്ന് അവിടെ ഒരു കവാടം മാത്രമാണ്. അത് 19-ാം നൂറ്റാണ്ടിലാണ് ശരിക്കും വരുന്നത്. 1862-ലാണ് നമ്മളിന്ന് ഈ കയറി വരുന്ന ഏറ്റവും വലിയ ഗോപുരം പണിയണത്. സാമൂതിരിയുടെ കയ്യിൽ ഇത് ഇരിക്കണു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഏറാൾപ്പാടാണ് ആ കാലത്ത് അവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഉളനാട്ട് പണിക്കന്മാരെ വെച്ചിട്ട് നോക്കി നടത്തിയിരുന്നു. അവരെ സഹായിക്കാൻ അന്ന് കുറേ നായർ കുടുംബങ്ങളുണ്ട് ഇവിടെ. ചാത്തനാത്ത്, വാര്യത്ത്, നെടിയം വീട്ടിൽ, അങ്ങനെ എന്തൊക്കെ കുറേ കുടുംബങ്ങളുണ്ട്. അതിൽ വാര്യത്തുകാരുടെ സർപ്പക്കാവണി പുറകിൽ. മമ്മിയൂർ പ്രദേശം ഈ ഭാഗത്ത് ഒരുപാട് ഭൂസ്വത്തവർക്കുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് ഗുരുവായൂരപ്പനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. 1756 ആയപ്പോഴേക്കും ഈ ഹൈദരയുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹൈദരാലിയുടെ വരവ് എന്ന് നമ്മൾ പറയണ ഒരു കാലഘട്ടത്തിൽ, അത് 1755 ഡച്ചുകാർ പോയിട്ട് ഈ തൃക്കണാമതിലകം ക്ഷേത്രത്തിനെ തകർത്തു. തൃക്കണാമതിലകം ക്ഷേത്രം തകർത്തപ്പോൾ അവിടുത്തെ വലിയ ബ്രാഹ്മണ സഭയാണ്. നമ്പൂതിരി വലിയ സങ്കേതമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ ക്ഷേത്രങ്ങൾ അവരുടെ കീഴിൽ, ഗുരുവായൂരപ്പനും അതിൻ്റെ കീഴടായിരുന്നു. ആ ക്ഷേത്ര സങ്കേതത്തിലുള്ള സകല ബ്രാഹ്മണരും പല വഴിക്ക് ഓടിപ്പോയി. ഏറാൾപ്പാടിന് സൈന്യമായിട്ട് അവിടെ എത്താൻ പറ്റിയില്ല. ഇവിടുന്ന് ഗുരുവായൂരിന്ന് സൈന്യമായിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഡച്ചുകാർ ആ ക്ഷേത്രം തകർക്കുക മാത്രമല്ല, അവിടുത്തെ മഹാശിവലിംഗത്തിനെ, എത്രയോ വർഷം നിന്ന ശിവലിംഗത്തിനെ കപ്പലിൻ്റെ തൂണാക്കാൻ, കപ്പലിൻ്റെ ചങ്ങല കെട്ടണ തൂണാക്കാൻ പുഴക്കിക്കൊണ്ടുപോയി. അതെവിടെ കടന്നിരുന്നു? ഫോർട്ട് കൊച്ചിയിലാണ് കിടന്നിരുന്നത്. ഇന്ന് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയാൽ ആ തൂണ് കിടന്നിരുന്ന സ്ഥാനം കാണാൻ പറ്റും. തൂണായിട്ട് ആ ശിവലിംഗം കിടന്നിരുന്ന സ്ഥാനം. അത് പിന്നീട് ഗൗഡസാരസ്വത ബ്രാഹ്മണർ എടുത്തുകൊണ്ടുപോയി അവിടെ ഗോശ്രീ ദേവസ്വത്തിൻ്റെ അകത്ത് ഉദ്യാനേശ്വരൻ എന്നുള്ള പേരിൽ ഇന്നൊരു ശിവൻ അവിടെ ഇരിക്കുന്നുണ്ട്. പാവം. ആ ശിവൻ തൃക്കണാമതിലകത്ത് ആ ശിവലിംഗമാണ്. പണ്ട് ചക്രവർത്തിയായിരുന്ന ഗുരുവായൂരപ്പൻ്റെ മുതലാളിയായിരുന്ന ശിവനാണ് ഉദ്യാനേശ്വരൻ എന്ന് പറഞ്ഞിട്ട് 3 നേരത്തെ പൂജയും സ്വീകരിച്ചിട്ട് ഇന്ന് അവിടെ ഇരിക്കുന്നത്. ചേരമാൻ പള്ളി വന്നപ്പോൾ എടുത്തു മാറ്റപ്പെട്ട ഒരു ശിവലിംഗം ഇരിക്കുന്നുണ്ട് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത്.
ദേവസ്വം ബോർഡ് അയ്യപ്പന്മാർക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ഒരു ടോയ്ലറ്റ് പണിതിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. കൊട്ടാരത്തിൽ ശിവൻ എന്ന് പറഞ്ഞിട്ട് കാട് പിടിച്ച് കിടക്കണതാണ്. പോയാൽ കാണാം, തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത്. അദ്ദേഹം മാറിയിരുന്നിട്ടാണ് മറ്റൊരു സംസ്കാരം ഇവിടെ ഉണ്ടാവുന്നത്. ഇതിനൊക്കെ ഉത്തരവാദി ആരാ? പുറത്തുനിന്ന് വന്നവരാ? നമ്മളല്ലേ? ആരാണ് ഇതിനൊക്കെ വഴിയിട്ട് കൊടുക്കുന്നത്? എന്നിട്ട് ഇന്ന് പകുതി വന്ന ചരിത്രം പഠിച്ച് ആ പകുതി വന്ന ചരിത്രത്തിനെ അവനവൻ്റെ ഇഷ്ടത്തിന് ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൽ ഭക്തിയുടെ മധുരം പുരട്ടിയിട്ട് വിൽക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. വിൽക്കാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കണ ഭക്തിയുടെ ടിൻ ഫുഡാണ് ഇപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ. ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ ശ്രദ്ധിക്കാൻ ആർക്കും നേരില്ല. ഇപ്പം കംപ്ലീറ്റ് ടൂറുകളാണല്ലോ നോർത്തിലേക്ക്. അവിടെ പോയാലേ സാക്ഷാത്കാരമുള്ളൂ. ഇവിടെ ഇരിക്കണൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകളാണ്. അപ്പോൾ അങ്ങനെ സാമൂതിരി പിറ്റേത്തെ വർഷം 56 പോയിട്ട് കഷ്ടപ്പെട്ട് തൃക്കണാമതിലകം തിരിച്ചു വിളിച്ചിട്ട് നമ്പൂരിമാർക്കൊക്കെ കത്തയച്ചു, തിരിച്ചു വരൂ. അവരാരും തിരിച്ചു വന്നില്ല. അതോടുകൂടി തൃക്കണാമതിലകം ദേവസ്വം ഇല്ലാണ്ടായി. തൃക്കണാമതിലകം ദേവസ്വം ഇല്ലാണ്ടായതോടുകൂടി ഗുരുവായൂരപ്പൻ അനാഥനായി. മമ്മിയൂരപ്പൻ പിന്നെ ഓൾറെഡി കീഴടൊന്നും ആയിരുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയിരുന്നുകൊണ്ട് ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സാമൂതിരിക്ക് ഇത് നല്ല അവസരമായിട്ട് കണ്ടു. അദ്ദേഹം ചാടി കയറി അതിൻ്റെ പുറംകോയ്മ മാത്രമല്ല ഊരാളെന്നുള്ള അവകാശം കൊണ്ട് സ്ഥാപിച്ചു. കാരണം തൃക്കണാമതിലകം ദേവസ്വത്തിൻ്റെ അല്ലാണ്ടായോട് എൻ്റെ അമ്പലം എന്നാക്കി അദ്ദേഹം. 10 വർഷം പക്ഷെ അത് നീണ്ടു നിന്നുള്ളൂ. 1766 അദ്ദേഹം ഒരു അബദ്ധം കാണിച്ചു. കൽപ്പാത്തിയിൽ എൻ്റെ വീടിൻ്റെ ഒരു 3-4 വീട് അപ്പുറത്ത് പാലക്കാട്ട് രാജാക്കന്മാരുടെ ഒരു ഇടമുണ്ട്. അവിടെയാണ് ശിവനെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് നിർത്തുക. വിശ്വനാഥസ്വാമിയെ തേരിൻ്റെ സമയത്ത് അവിടേക്ക് എഴുന്നള്ളി സാമൂതിരി ഒരു 3000 വരണ പടയായിട്ട് പാലക്കാട്ട് രാജാവിനെ വിളിച്ചു വരുത്തി. വരൂ, എന്നെ കാണാൻ വരൂ പറഞ്ഞു. രാജാവിന് എന്തോ ഭയാശങ്ക തോന്നിയിട്ട് അനിയനെയും വേറൊരാളെയും പറഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാമൂതിരിയുടെ ഒരാൾ പുറകുന്ന് കുത്തിക്കൊന്നു ആ ബന്ധുവിനെ. അനിയനെ വെട്ടാൻ നോക്കിയപ്പോൾ അനിയൻ പുറകേക്ക് ചാടി ഓടി. എങ്ങനെയോ അയാൾ രക്ഷപ്പെട്ട് ഡിണ്ടുകലെത്തി. അന്ന് വെറും ഒരു ഗവർണറായിരുന്നു ഹൈദരാലി, മൈസൂർ രാജാവിൻ്റെ. സഹായിക്കണം, ഒരു മഹാദ്രോഹി ഞങ്ങളെ കാലങ്ങളായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിക്ടോറിയ കോളേജ് പാലക്കാട് നിൽക്കുന്ന സ്ഥലത്ത് ഒരു മണ്ണുകോട്ട ഉണ്ടായിരുന്നു രാജാവിൻ്റെ, അതും തകർത്തു. രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാലിക് മഖ്ദൂം അലി എന്ന് പറയുന്ന ഒരു ഭടൻ്റെ ഒരു ചെറിയ അയാൾ അത്ര വലിയ സൈന്യാധിപനൊന്നുമല്ല. അയാളുടെ കീഴിൽ ഒരു 400 പേരെ കൊടുത്തിട്ട് ഇവർ വന്ന് ഒതുക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഹൈദർ പറഞ്ഞു വിടുക. സാമൂതിരിക്ക് ഇവിടെ വർത്തമാനം കേൾക്കണ പാലക്കാട് രാജാവ് മൈസൂരിൻ്റെ ഏകദേശം 5000-ൽ പരം വരുന്ന പടയായിട്ട് വരണമെന്നാണ്. വരണത് 400 പേരേ ഉള്ളൂ. ഇവിടത്തെ ന്യൂസ് എത്തിയത് 5000 പേരെന്നാണ്. സാമൂതിരി പാലക്കാട് നിന്ന് സ്ഥലം വിട്ടു. പൊന്നാനിക്കടുത്ത് വെച്ച് സാമൂതിരിയെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് മഖ്ദൂം അലി. അപ്പോൾ സാമൂതിരി പറഞ്ഞു, ഞാൻ 3 ലക്ഷം രൂപ ഇതിന് പിഴയായിട്ട് തന്നോളാം, ജീവൻ തരണം പറഞ്ഞു. മോചിപ്പിച്ച് വിട്ടു. കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഹൈദർ മൈസൂർ രാജാവിനെ മൂലക്കിരുത്തി മൈസൂരിൻ്റെ നവാബായി. അപ്പോൾ പുള്ളി ലിസ്റ്റ് എടുത്ത് നോക്കി, എനിക്ക് ആരൊക്കെ കാശ് തരാനുണ്ട്? സാമൂതിരി 3 ലക്ഷം ഉറുപ്പിക എനിക്ക് തരാനുണ്ട്. എന്നാൽ ചോദിക്കാം. ആളെ വിട്ടു. തനിക്ക് പ്രാണൻ തന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് 3 ലക്ഷം രൂപ തരാനുണ്ട്, തരൂന്ന് പറഞ്ഞു. സാമൂതിരിപ്പാട് പറഞ്ഞു എൻ്റെ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. ഹൈദറിന് ആ കാലത്തെ സാമൂതിരിപ്പാടിനെ കുറിച്ചുള്ള ബ്രിട്ടീഷുകാരുടെ പിൽക്കാലത്തെയും പല രേഖകളിലും ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബ്രിട്ടൻ തിരിച്ചു പിടിച്ചിട്ടും ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളും ഈ പ്രദേശങ്ങളുടെ ഭരണം തിരിച്ചു കൊടുക്കാൻ. സാമൂതിരി തരിസ തരുന്നില്ല കണ്ടപ്പോൾ മഖ്ദൂമരുടെ നേതൃത്വത്തിൽ 14,000-ൻ്റെ അടുത്ത് കാലാളും സൈന്യങ്ങളുമായിട്ട് പീരങ്കികളുമായിട്ട് പാലക്കാട് വഴി സ്വയം വയനാട് വഴി ഇങ്ങനെ ഹൈദരങ്ങട് ഇറങ്ങി. ഹൈദരുടെ വരവറിഞ്ഞ സാമൂതിരി മാനാഞ്ചിറ കോവിലകത്തിൻ്റെ അകത്ത് കയറി തീ കൊളുത്തി ആത്മാഹുതി ചെയ്യുകയാണ് ചെയ്തത്. അതിലാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉണ്ടായിരുന്ന ഭഗവാന്റെ പീലിത്തിരുമുടി ഉണ്ടായിരുന്ന ആ കിരീടവും ആ എലഞ്ഞിമരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹവും കത്തി നശിച്ചത്. വിഗ്രഹം മാറ്റിയെന്നും പറയുന്നുണ്ട്, വിഗ്രഹം ഇന്നും സുരക്ഷിതമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ആ പീലിത്തിരുമുടി ഉള്ള ആ കിരീടം കത്തിപ്പോയി. ഈ കാലഘട്ടത്തിലും മമ്മിയൂരിൻ്റെ ഒരു രേഖയും കാണാൻ പറ്റില്ല. മമ്മിയൂർ ഇവിടെ പൂജകൾ തന്നെ മര്യാദയ്ക്ക് നടന്നിരുന്നോന്നറിയില്ല. സാമൂതിരിപ്പാട് കുനിശ്ശേരി, പാലക്കാട് കുനിശ്ശേരിയിൽ നിന്ന് 40 പൊതി നെല്ല് അരി കടത്തിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പാലക്കാട് പിടിക്കണ തന്നെ മാനവിക്രമൻ പിടിക്കണത് തന്നെ അരിക്ക് വേണ്ടിയിട്ടാണ്.
തേങ്കുറിശി മുതലായിട്ടുള്ള പ്രദേശങ്ങൾ. അവിടുന്ന് മാസാമാസം ഈ അരി എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു. സാമൂതിരിയുടെ ചേരിക്കല്ലുകൾ എന്ന് പറയും, അത് എഴുതി വയ്ക്കും ഇന്ന അമ്പലങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് പാലക്കാട് കൊത്തനൂരിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണാട്ടം കലാകാരന്മാരുണ്ടായിട്ടുള്ളത്. സാമൂതിരിയുടെ പ്രദേശങ്ങളായിരുന്നു അത്. അപ്പോൾ അവിടുന്ന് കൊടുത്തയച്ചിരുന്ന അരിയുടെ വരവ് നിന്നു, ഗുരുവായൂരിൽ നിന്നു ഇവിടെ നിന്നു. അരിക്ക് ക്ഷാമമായി, കിട്ടിയാലായി നേദ്യത്തിന് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മളിന്ന് കരുതുന്ന മാതിരി ആമസോണിന് ഓർഡർ ചെയ്തൊന്നും വരുത്താൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ എന്ത് സാധനം വേണമെങ്കിലും ഏത് നാട്ടിലുണ്ടാക്കണ ഉൽപ്പന്നം വേണമെങ്കിലും നമുക്ക് കിട്ടും. അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ഒരു നിത്യനിദാനത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ പോലും ഈ രണ്ട് ക്ഷേത്രങ്ങളിലും കിട്ടാണ്ടായിട്ടുണ്ട്. സാമൂതിരിപ്പാടിൻ്റെ കയ്യിൽ നിന്ന് ക്ഷേത്രം പോകുന്നുള്ള അവസ്ഥയെ. ആ ടൈമിലാണ് ഹൈദർ ഈ ആത്മാഹുതിര വാർത്ത അറിഞ്ഞപ്പോൾ പിന്നെ സാമൂതിരിയുടെ കയ്യിൽ കാശിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഗുരുവായൂർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു എന്ന് ഇവിടെ വാർത്തയെത്തി. ക്ഷേത്രം കഴകക്കാരിൽ ഒരാളായിട്ടുള്ള വടക്കേപ്പാട്ട് വാര്യർ സ്വന്തം കയ്യിൽ നിന്ന് 10,000 ഉറുപ്പ്യ എടുത്തിട്ട് പൊന്നാനി പോയിട്ട് അദ്ദേഹത്തെ കണ്ട് ഹൈദരെ കണ്ടിട്ട് പറഞ്ഞു, ആക്രമിക്കരുത്, ഇത് സ്വീകരിക്കണം പറഞ്ഞു. ഹൈദർ ചോദിച്ചു, ഞാൻ ആക്രമിക്കാതിരിക്കാൻ എന്താണ് അതിനൊരു കാരണം? അതിനൊരു കാരണം ബോധിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവാൻ വെങ്കട്ടനാരായണ റാവു തിരുവണ്ണാമലക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതൊരു മഹാക്ഷേത്രമാണ്, ആ ക്ഷേത്രം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് അറിയിച്ചതുകൊണ്ട് ഇത് ആക്രമിക്കാണ്ട് വിടുകയാണ്. ആക്രമിക്കാതെ വിട്ടപ്പോൾ അതിന് പകരമായിട്ട് ഹൈദർ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു ഗ്രാൻഡ് ഏർപ്പെടുത്തുകയാണ്. അറിയണവർക്ക് അറിയായിരിക്കും, ഹൈദർ അലി ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു ഗ്രാൻഡ് ഏർപ്പെടുത്തി. ഇത് ആക്രമിക്കാൻ വന്ന ടിപ്പു സുൽത്താൻ അത് തുടർന്നിട്ടുണ്ട്, അത് മാറ്റിയിട്ടില്ല. ആക്രമിച്ചിട്ടുണ്ട്, പക്ഷെ തുടർന്നിട്ടുണ്ട്. അച്ഛൻ വെച്ചത് മാറ്റിയിട്ടില്ല. ബ്രിട്ടീഷുകാരും അത് തുടർന്നിട്ടുണ്ട്. അവസാനം ആ നിലങ്ങളെയൊക്കെ വിറ്റ് ആ പണം എടുത്തിട്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഇട്ടും കൊടുത്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്. ആ പൈസ ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഫണ്ടിൽ എവിടെയോ കിടപ്പുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഹൈദരെന്ന് ആക്രമിക്കാണ്ട തിരിച്ചുപോയി. ഹൈദർ ആക്രമിക്കാണ്ട തിരിച്ചുപോയി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. 16 കൊല്ലം ഹാപ്പി ആയിരുന്നു. 82 ടിപ്പു സുൽത്താൻ അധികാരമേറ്റു. ടിപ്പു അധികാരമേറ്റോട് വീണ്ടും കാര്യങ്ങൾ മാറി മറിഞ്ഞു. ടിപ്പു അച്ഛൻ്റെ മാതിരിയുള്ളൊരു രീതിക്കാരനായിരുന്നില്ല. അദ്ദേഹം വീണ്ടും തെക്കോട്ടയ്ക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണിലെ കരടെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറായിരുന്നു. തെക്കോട്ടേക്കുള്ള പടനീക്കത്തിൽ അദ്ദേഹം വരുമ്പോൾ തിരുവഞ്ചിക്കുളമൊക്കെ അടിച്ച് തകർത്തു, അത് ഗോപുരമൊക്കെ തകർത്തു, പലതും തകർത്തു. ഗുരുവായൂർ അദ്ദേഹം എത്തുന്നു എന്ന് അറിയുമ്പോഴേക്കും ഇവിടെ ഭയങ്കര പാനിക്കായി, ഭയങ്കര പ്രശ്നങ്ങളായി. മല്ലിശ്ശേരി നമ്പൂരിപ്പാട്, കക്കാട് നമ്പൂരിപ്പാടിനെയും വിളിച്ച് ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുപോയി എന്ന് പറയണു. ചിലരെ കൊണ്ടുപോയിട്ടില്ല, ഇവിടുത്തെ കിണറിലോ തടാകത്തിലോ ആണ് ഇട്ടതെന്ന് പറയണു. എന്തായാലും ഉത്സവ വിഗ്രഹത്തിലേക്ക് ഭഗവാനെ ആവാഹിച്ച് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഇത് 1789 ഗുരുവായൂരപ്പനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. 3 കൊല്ലക്കാലത്തോളം പിന്നെ ഗുരുവായൂർ പ്രേതനഗരമാണ്. സൈന്യം വരികയാണെന്ന് പറഞ്ഞിട്ട് മമ്മിയൂർ ക്ഷേത്രമൊക്കെ പൂട്ടി രക്ഷപ്പെട്ടു ആൾക്കാർ. മമ്മിയൂരപ്പനെ ആരും കൊണ്ടുപോയില്ല. ഇത് ആർക്ക് വേണമെങ്കിലും കയറി മേയാവുന്ന സ്ഥലങ്ങളായിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ കിടക്കുക. ഗുരുവായൂരപ്പൻ മാത്രം രക്ഷിക്കപ്പെട്ടു, എന്തോ ഭാഗ്യം കൊണ്ട്. അക്കാലത്ത് തത്തമത്തില്ലം, കുറുങ്ങാട്ടില്ലം, തിരുത്തിയില്ലം, ഉണിച്ചാനയില്ലം, കൊളക്കുന്നത്തില്ലം, അരിമ്പൂരില്ലം, ചോമന, ഞെള്ളിയൂർ, തൃത്താല, നടമംഗലം, പിള്ളനാഴി, അരിമ്പൂര്, മല്ലിശ്ശേരി, ഇത്രയും ഒരാളന്മാർ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓടിപ്പോണ സമയത്ത്. അതിൽ പോയവരിൽ മല്ലിശ്ശേരി മാത്രം തിരിച്ചു വന്നു, വേറെ ആരും തിരിച്ചു വന്നില്ല. അതിൽ ഒരു ഇല്ലക്കാരെ പൂർണ്ണമായിട്ടും മതം മാറ്റം ചെയ്തു. ആ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും ഇന്നത്തെ മാതിരി ബ്രേക്കിംഗ് ന്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് 1792 ശ്രീരംഗപട്ടണം വീണു, ടിപ്പു തോറ്റു എന്നൊന്നും ഇവിടെ അറിഞ്ഞില്ല. 8 മാസം കഴിഞ്ഞു. ഇന്നാണ് ഈ വാട്സപ്പിൽ വരും, ശ്രീരംഗപട്ടണം ഫെൽ, ടിപ്പു ക്യാപ്ചേർഡ്. അന്നറിയാൻ വഴിയില്ല. 8 മാസം ഭീതിയാണ്, ആൾക്കാർ വരുന്നില്ല. നമ്മളൊന്ന് എത്തി നോക്കിപ്പോണ്, ക്ഷേത്രം തുറക്കുന്നില്ല, കാടും പടലും പിടിച്ചു കിടക്കണം മമ്മിയൂരും ഇതൊക്കെ. ഇവർ തിരിച്ചു വരുമ്പോൾ കാണണം എന്താ, മമ്മിയൂരപ്പൻ്റെ ശ്രീകോവിലിൽ വ്യാപകമായ ഡാമേജുകളാണ്. ആ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കഴുത്തറ്റ് കിടക്കണം, മാനവേദൻ വെച്ച മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ശിരസറ്റ് കിടക്കണു. ദാരിദ്ര്യം കാരണം ആ ഭഗവാന്റെ ആ ശിരസ്സില്ലാത്ത വിഗ്രഹം 1960കളുടെ തുടക്കം വരെ ആ രൂപത്തിൽ തന്നെ ഇവിടെ ഉപാസിച്ചു എന്ന് കാണുന്നുണ്ട് ചില പുസ്തകങ്ങളിൽ. 60-ലാണത്ര ഇന്നത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നും കാണുന്നു. അന്ന് വെട്ടിയിട്ടിട്ട് പോയതാ. അപ്പോൾ
സാഹചര്യങ്ങളുണ്ടായിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലേ? ഞാൻ പറയുന്നത് നാട്ടുകാരല്ല, ഇത് നാട്ടുകാരാണ് അതിനെ നന്നാക്കിയെടുക്കുന്നത് 60കളാവുമ്പോൾ. അപ്പോൾ ഈ 60-61 കാലത്ത് വടേക്കര ബാലൻ നായർ, കുറുവായിൽ അപ്പുണ്ണി നായർ, മമ്മിയൂർ കേശവൻ നായർ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ചേർന്നിട്ടാണ് അത്രേ അവരുടെ ഒരു ഉത്സാഹത്തോടെയാണ് ഇവിടെ ഈ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തിയതെന്ന് പറഞ്ഞത്. അന്നാണ് ഈ ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഈ അയ്യപ്പൻ്റെയും വിഗ്രഹങ്ങൾ ഈ മണ്ണിൻ്റെ അവിടെ പല ഭാഗങ്ങളിൽ ചെതറിക്കിടന്നത് തിരിച്ചു കിട്ടുന്നതും അതൊക്കെ പ്രതിഷ്ഠിക്കുന്നത്. മമ്മിയൂർ ക്ഷേത്രം കോംപ്ലക്സ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആയിത്തീരുന്നത് ആ ഘട്ടങ്ങളിലൊക്കെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഓരോ ഘട്ടത്തിൽ, ഇപ്പോൾ ഈ സരസ്വതി മണ്ഡപം പുതുക്കി പണിയാൻ വരെ 45,000 ഉറുപ്പ്യ കൊടുത്തതിൻ്റെ ഒരു രേഖ കാണുന്നുണ്ട്. അപ്പോഴേക്കും പുതിയ കാലഘട്ടമായി, മാറ്റങ്ങൾ വന്നു. പക്ഷെ ആ ഇടയിലുള്ളൊരു കാലം വളരെ ഡാർക്കായിട്ടുള്ളൊരു കാലം. ടിപ്പു വീണതിന് ശേഷം ടിപ്പു തൻ്റെ 2 ആൺമക്കളെയാണ് ജാമ്യമായിട്ട് വെച്ചത്. പാലക്കാടിനെ 64,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പാലക്കാടിനെ 64,000 രൂപയ്ക്ക്, 3,72,000 ഉറുപ്പ്യക്ക് ഗുരുവായൂർ അടങ്ങണ, കോഴിക്കോട് അടങ്ങണ, ബാക്കി മലബാറും കൊടുക്കാൻ കാശില്ല. യുദ്ധച്ചെലവ് വേണമെന്ന് പറഞ്ഞു ബ്രിട്ടൻ. എന്നിട്ട് തിരിച്ച് പിരിച്ച് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങുമ്പോൾ സാമൂതിരി പറഞ്ഞു എനിക്ക് വേണം, എൻ്റെ സ്ഥലങ്ങൾ പറഞ്ഞു, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളേ, നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുന്നത്തൂർ തമ്പുരാൻ അപ്പോൾ ഒരു മോഹം വന്നു. 3-4 നൂറ്റാണ്ട് മുമ്പ് പോയ അധികാരമാണ്, എൻ്റെ സ്ഥലങ്ങളായിരുന്നു, എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു തരാൻ നിർവാഹമില്ല. എന്നിട്ട് അന്നത്തെ റിപ്പോർട്ടുണ്ട് ഒരു കേണൽ ഹെഡിൻ്റെ, പണ്ട് കെ എ പെരുമാൾ എന്ന് പറയുന്ന ചേരവാൻ പെരുമാൾ 36 പെരുമാക്കന്മാരാണ് കേരളമാണത്. അതിൽ 1-ാമത്തെ ആളാണ് കെ എ പെരുമാൾ. അയാളെ ചതിച്ചു കൊന്നതിന് കിട്ടിയ സമ്മാനമാണ് എത്ര, ഇവരുടെയൊക്കെ പൂർവികർക്ക് ഈ പ്രദേശം. നിങ്ങൾ അങ്ങനെ ചെയ്തവരല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഈ സ്ഥലം തരില്ല എന്ന് എഴുതി വെച്ചു വരും. ഇത് രേഖകളിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഭക്തിയുടെ വിഷയമല്ല. അപ്പോൾ എന്തായിരുന്നു മുന്നിൽ നിന്നിരുന്ന്? പണം, അധികാരം, ഭൂസ്വത്ത്, ഇതൊക്കെ തന്നെയായിരുന്നു ഈ ക്ഷേത്രങ്ങളുടെ ഒക്കെ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളാണ് ഭഗവാന്മാരെ കൊണ്ടാടണത്. സന്തോഷമായിട്ടിരിക്കും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ മാതിരി നമ്മുടെ കാലഘട്ടം ഏറ്റവും നല്ലത്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്, ആരും രോഗം വന്ന് മരിക്കുന്നില്ല. എൻ്റെ കാലഘട്ടത്തിൽ ആൾക്കാർ അസുഖം വന്ന് മരിക്കുമായിരുന്നു എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുമായിരുന്നു. കുട്ടികളെ അതുകൊണ്ട് നല്ലത് നമ്മുടെ കാലമാണെന്ന്. നമ്മുടെ കാലഘട്ടത്തിലാണ് ഭഗവാനെ കൊണ്ടാടണത്. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഗുരുവായൂരും മമ്മിയൂരും തമ്മിലുള്ള ആത്മബന്ധം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് മഹാദേവനും നാരായണനും തമ്മിലുള്ള ആത്മബന്ധമായിട്ട് പറയാനാണെങ്കിൽ ഞാൻ ആളല്ല. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, 1.5 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ചരിത്രത്തിലും അത് 1 മണിക്കൂറോ 1.5 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ ചില ഓർമ്മപ്പെടുത്തലുകൾ, ചില സന്തോഷങ്ങൾ ഞാൻ വേഗം അവസാനിപ്പിക്കാട്ടോ. അടുത്ത പ്രോഗ്രാം ആരുടെ എന്നറിയില്ല, എന്നെ ചീത്ത പറയരുത്. കാരണം കഴിഞ്ഞ പാഠകക്കാരൻ്റെ നിന്ന് കേട്ടത് എനിക്കിപ്പോഴും മറന്നിട്ടില്ല. ഗുരുവായൂരപ്പാ ശരണം. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഞാൻ വാര്യത്തുകാരുടെ ക്ഷേത്രമായിരുന്നു ഈ വനദുർഗാ ക്ഷേത്രം. ഭദ്രകാളി പുറകിൽ ഭദ്രകാളി സങ്കല്പത്തിരിക്കുന്ന അമ്മ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടാണ്. അപ്പോൾ മമ്മിയൂരപ്പൻ എന്ന് പറയുന്ന സിംഗിൾ കോംപ്ലക്സ് നിന്ന്, ഒരു സിംഗിൾ ഡയറ്റിൽ നിന്ന് ബാക്കി മാനവേദൻ്റെ കാലത്ത് വിഷ്ണു ഭഗവാനും ഇടയിൽ എപ്പോഴോ ഉണ്ടായിരുന്ന ഗണപതിയും അയ്യപ്പനും ശാസ്താവ് എന്താ പറയുക സുബ്രഹ്മണ്യ സ്വാമി നഷ്ടപ്പെട്ടു പോയത് വീണ്ടും പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടിട്ടും വന്നിട്ടുള്ളതാണ് ഇന്നത്തെ ക്ഷേത്രം. 79-ലാണ് ബ്രഹ്മരക്ഷസ് വരുന്നത് ഇവിടെ, 79-ൽ. അപ്പോൾ ഇതൊന്നും പ്രാചീനമായിട്ടുള്ള നിർമ്മിതികളല്ല. പഴയ ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി എങ്ങനെയായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ആൾക്കാർ കഥകൾ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ താമരക്കണ്ണൻ വില്ലുമംഗലത്തിനെ കണ്ട് പേടിച്ച് വില്ലുമംഗലത്തിന് ദർശനം കൊടുക്കുമ്പോൾ മേൽശാന്തി വന്നപ്പോൾ നേരം വൈകി എന്ന് പറഞ്ഞ് ചുമരിക്കൂടെ ഭഗവാൻ കയറിപ്പോയി എന്നൊക്കെ വാട്സപ്പിൽ കേട്ടിട്ട് ആൾക്കാർ അവിടെ താമരക്കണ്ണനെ പോയിട്ട് തൊഴുണ്ട്. 1638 ഉണ്ടാക്കിയ ഒരു ശ്രീകോവിലാണത്. പുലാക്കാട്ട് രാമൻ നായർ അതിൽ ചോർച്ചിത്രം വരയ്ക്കണത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അതിനെ പുതുക്കി വരയ്ക്കണം 1982-ൽ. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് വില്ലുമംഗലത്തിന് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ആ ചുമരിൻ്റെ അകത്തെ കൂടെ സർവ്വവ്യാപിയായിട്ടുള്ള അദ്ദേഹത്തിന് എങ്ങോട്ടും ഓടാൻ, ഭഗവാൻ എങ്ങോട്ടും ഓടാൻ പറ്റില്ല, കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കിയ പിന്നെ ഇതൊന്നും പറയാനില്ല. പിന്നെ ശ്രീകോവിലിൻ്റെ അകത്ത് കൂടെ അദ്ദേഹം നേരെ വാ അദ്ദേഹം വരണ മാർഗത്തിൽ കൂടെ തന്നെ അദ്ദേഹം കയറിപ്പോക്കോളും, അതേ വഴിക്ക് തന്നെ ഇറങ്ങി വന്നു. എന്നാൽ വില്ലുമംഗലത്തിന് ദർശനം കൊടുത്തൊരു മുറി അപ്പുറത്തിരിപ്പുണ്ട്, ഒരു കടാവിളക്ക്. ആ വിളക്കിൻ്റെ മുകളിൽ എപ്പോഴും ഒരു ഉരുകി വലിക്കണ നെയ്ക്കുപ്പി ഉണ്ടാവും. മിൽമയുടെ പ്ലാസ്റ്റിക് ഭുജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെയ്വിളക്ക് അവിടെ കാണാം. അവിടെ പോയി തൊഴൂ. അതാണ് നൃത്തം എന്ന് പറയണ അറ.
നൃത്തവും കൂത്തമ്പലവും ശ്രീകോവിലും തുല്യം എന്നാണ്. ഇനി ഇത്രയും പറഞ്ഞിട്ട് ഈ മഹാദേവൻ ആദ്യം അവിടെ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാണ്ട് പോയി കഴിഞ്ഞാൽ മോശമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്കായി ചുരുക്കത്തിൽ പറയാം. പണ്ട് പ്രചേതസ്സുകൾ എന്ന് പറയുന്ന മഹത്തുക്കൾ തപസ് ചെയ്തിട്ടുള്ള ഭൂമിയാണിത്. അവർ തപസ് ചെയ്ത് മഹാദേവനെയാണ്. ആ മഹാദേവൻ അവർക്കായിട്ട് പ്രത്യക്ഷപ്പെട്ടാണ് ഇവിടെ. രുദ്രതീർത്ഥക്കര എന്ന് പേര് വരാൻ തന്നെ കാരണം അതാണ്. പത്മതീർത്ഥം പത്മനാഭസ്വാമിക്ക് പേര്, ഗുരുവായൂരപ്പന് രുദ്രതീർത്ഥമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ തന്നെ രുദ്രശബ്ദമുണ്ട്. അങ്ങനെ മഹാദേവൻ ഇവിടെ വന്നതാ. അവിടെ ഇരുന്നിട്ടാണ് രുദ്രഗീതം, വിഷ്ണുവിനെ ഉപാസിക്കേണ്ട രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തത്. അപ്പം ശിവൻ വൈഷ്ണവം പഠിപ്പിച്ച സ്ഥലമാണ് ഗുരുവായൂർ. അപ്പോൾ ആ ഗുരുനാഥനെ തള്ളി പറയാൻ പാടുണ്ടോ? ഗുരുവായൂരപ്പനെ നമുക്ക് പ്രതിഷ്ഠിച്ച് നമുക്ക് സചേതനമാക്കി തന്ന ചൈതന്യമൂർത്തിയാണ് മമ്മിയൂരപ്പൻ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ബന്ധം അവർ തമ്മിൽ. ആ ബന്ധത്തിൻ്റെ ഇടയിൽ വിളക്കിച്ചേർക്കുന്ന പോലെയാണ് അമ്മ ഇരിക്കുന്നത്. ഇവർ 3 പേരും മറന്നിട്ട് ഒരു ആരാധനാ സമ്പ്രദായവും ഇവിടെ വിലപ്പോയില്ല. അത് എവിടുന്ന് കെട്ടി ഇറക്കിയതാണെങ്കിലും ശരി, ഏത് പ്രസ്ഥാനമാണെങ്കിലും ശരി, ഗുരുവായൂർ ഒരു വിശേഷ ഭൂമി തന്നെയാണ്. ഇവിടെ ചോര ഒരുപാട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോരയും ഇവിടെ വിഷയമല്ല. ചോര കാണാത്ത ഭഗവാനല്ല അത്. ഞാനിവിടെ ഗുരുവായൂരപ്പനെയും മമ്മിയൂരപ്പനെയും ഒന്നായിട്ടാണ് ഭഗവാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് മമ്മിയൂരപ്പൻ വിളി കേൾക്കും. മമ്മിയൂരപ്പ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ഗുരുവായൂരപ്പൻ വിളി കേൾക്കും. ഗുരുവായൂരപ്പനെ കണ്ട് തൊഴാൻ പറ്റാത്തവർ ഇവിടെ കണ്ട് തൊഴുതാൽ അവിടെ തൊഴുത ഫലം കിട്ടും, അവിടെ തൊഴുതാൽ ഇവിടെ തൊഴുത ഫലം കിട്ടും. പക്ഷേ ആ സങ്കല്പം മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവണമെന്ന് മാത്രം, പുറത്തുള്ള ചിഹ്നങ്ങൾ നോക്കിയിട്ടല്ല അത്. അപ്പം മമ്മിയൂർ പ്രകാശസ്വാമി മുന്നിലിരിക്കേണ്ട ഒരു അപേക്ഷയാണ്. കഴിഞ്ഞവണ്ണം അങ്ങ് എനിക്ക് കാണാൻ സാധിച്ചില്ല ഇത് അവസാനിപ്പിക്കുമ്പോൾ. അങ്ങ് കാരണമാണ് ഞാനിന്നിവിടെ ഇരിക്കുന്നത്. മഹാർണവെന്ന് പറയുന്ന ഒരു മഹാപ്രായശ്ചിത്ത ഗ്രന്ഥമുണ്ട്. അതിൽ വിധിയുണ്ട്, ശ്രീരുദ്രം കൊണ്ട് ലക്ഷാർച്ചന ചെയ്യാമെന്ന്. സർവ്വഭാവശ്ചിത്തത്തിനുള്ള ഒരു ഇതാണ്. ഈ മമ്മിയൂർ ക്ഷേത്രാങ്കണത്തിൽ അങ്ങയുടെ ഭരണകാലത്ത് ശ്രീരുദ്രം കൊണ്ട് ലക്ഷാർച്ചന ചെയ്യണമെന്ന്. അതൊരു എളിയ അപേക്ഷയായിട്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സാക്ഷിയാക്കിയിട്ട് അപേക്ഷിക്കുകയാണ്. ശ്രീരുദ്രം കൊണ്ട് ലക്ഷാർച്ചന ചെയ്താൽ സർവഭാവ പ്രായശ്ചിത്തം ഒരു പ്രദേശത്തിന് തന്നെ എന്നാണ്. മഹാർണവെന്ന് പറയുന്ന ഗ്രന്ഥം അത് പ്രായശ്ചിത്ത ഗ്രന്ഥം കൂടിയാണ്. കർമ്മവിഭാഗം ഗ്രന്ഥങ്ങളിൽ പെട്ടിട്ടുള്ളതും കൂടിയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെനിക്ക് ഒന്നാമത്തെ ദിവസം പറയാൻ പറ്റിയില്ല. എന്നെ അപ്പോഴേക്കും ചീത്ത വിളിക്കാൻ തുടങ്ങി. ചീത്ത വിളിക്കല്ല, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ അണിഞ്ഞൊരുങ്ങൽ നടക്കണ കാരണം ആൾക്കാർ അങ്ങോട്ട് നോക്കും. അപ്പോൾ ഞാനും അങ്ങേരെ നോക്കും. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, ഇതെന്താ ഇപ്പോൾ ചെയ്യാനറിയുന്നില്ല. അപ്പോൾ അതാ സംഭവിച്ചത്. എനിവേ, അപ്പോൾ നമ്മൾ കാലങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്തും വിഴുങ്ങാൻ. വെള്ളം തൊടാണ്ട ഒന്നും വിഴുങ്ങരുത്. ഭക്തിയുടെ പേരിൽ ഒന്നും വിഴുങ്ങാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഭക്തിയുടെ പേരിൽ അലിയിച്ച് നുണഞ്ഞ് രുചിച്ച് ഇറക്കേണ്ടത് ഒന്നേ ഉള്ളൂ, അത് ഭഗവാനാണ്. ആ ഭഗവാനെ മാത്രം നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നാരായണാഖില ഗുരോ ഭഗവാൻ നമസ്തേ, ശംഭോ മഹാദേവ നാരായണ ഗുരുവായൂരപ്പ ശരണം. എല്ലാവരെയും നമസ്കരിക്കുന്നു. മമ്മിയൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ അദ്വൈത മഹായജ്ഞത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് അതിശക്തമായ ഒരു വിഷയാവതരണമാണ് ആദരണീയനായ ശരത് ഹരിദാസ് അവർകൾ ഇവിടെ പ്രതിപാദിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി ഡോക്യുമെൻ്ററികളിൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അഖിലം മധുരം എന്ന ഗുരുവായൂരപ്പൻ്റെ ഡോക്യുമെൻ്ററി ഈ അടുത്ത കാലത്ത് ഭക്തജന മനസ്സുകളെ കീഴടക്കിക്കൊണ്ട് ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംവിധായകൻ കൂടിയായ ശ്രീ ശരത് ഹരിദാസ് നല്ലൊരു ചലച്ചിത്ര താരവും, ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത സ്വാഹം വാനപ്രസ്ഥം എന്ന ചിത്രത്തിലൂടെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കഴിവുകളുള്ള ഈ അനുഗ്രഹീത മമ്മിയൂരപ്പൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും പരമഭക്തന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ആരാധ്യനായ മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ GK ഹരിഹരകൃഷ്ണൻ അവർകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം.
നമ്മുടെ ഒരു ഭാഗ്യം മേൽപ്പത്തൂർ എഴുതിയ മാതിരി അന്ധഭാഗ്യം ജനാനെന്ന് വെറുതെ എഴുതി വെച്ചല്ല, ജനങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ശരത്തിൻ്റെ വചനങ്ങൾ. ശരത്തിന് എന്താ സബ്ജക്റ്റ് കൊടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരത്തിന് ഞാനാദ്യമായി കണ്ടുമുട്ടുന്നത് പൈതൃകത്തിൻ്റെ ഒരു വേദിയിൽ ഏതോ സിനിമാ സംവിധായകൻ്റെ റോളിലാണ്. പിന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും. അപ്പോൾ ഞാനൊരു സിനിമാക്കാരൻ തന്നെയായിട്ടാണ് അപ്പോഴും കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറിച്ച് ശരത്തിൻ്റെ ഈ കോവിഡ് കാലഘട്ടത്തെ പ്രഭാഷണ പരമ്പരകൾ കേട്ടപ്പോൾ തോന്നി, ശരത്ത് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒരു സിനിമാക്കാരനല്ല, നമ്മുടെ ഒരു കേരളത്തിൻ്റെ സമ്പത്തായിട്ട് മാറാൻ പോവുകയാണ് ശരത്ത്. സുകുമാർ അഴീക്കോട് മാഷുമാരൊക്കെ മാതിരി അതേമാതിരി ഞാനത് തന്നെ ഇപ്പം ഇന്നിപ്പോൾ സാധാരണഗതിയിൽ രാധേൻ്റെയും കൃഷ്ണൻ്റെയും കഥ കേട്ടാൽ നമുക്ക് സന്തോഷമാണ് അല്ലേ? പ്രഭാഷണം എന്ന് പറയുമ്പോൾ രാധയുടെ കഥ പറയും, കൃഷ്ണൻ്റെ കഥ പറയും, രാമൻ്റെയും കഥ പറയും. ഇതൊക്കെ കേട്ടാൽ അത് നമുക്ക് സുഖം. പക്ഷേ എന്താണ് ഗുരുവായൂർ ക്ഷേത്രവും മമ്മിയൂർ ക്ഷേത്രവും എന്ന് വളരെ ആധികാരികമായി പറഞ്ഞ് കാലഘട്ടത്തിനനുസരിച്ച് കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടത് മനസ്സിലാകുന്നത്. എന്തായാലും ഇനിയും ശരത്തിന് നേരത്തെ പറഞ്ഞ മാതിരി എടത്തരികത്ത് കാവ് ഉപദേവതയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ സത്യമാണത്. മുമ്പുള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഷട്ടറൊക്കെ പൊക്കി കടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ പോലും അതായിരുന്നില്ല. ഗുരുവായൂരിൻ്റെ സംരക്ഷക കൂടിയായിരുന്നു എടത്തരികത്തിലെ ഒരു അമ്മ. നാളെ നമ്മുടെ താലപ്പൊലിയും കൂടിയാണ്. എന്തായാലും ശരത്തിന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ശരത്തിനെ മമ്മിയൂരപ്പനും ഗുരുവായൂരപ്പനും ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗഹനമായി പഠിച്ച് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ശരത്ത് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തായാലും തന്ത്രി ഒരു ലക്ഷാർച്ചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. തന്ത്രിയുമായി ശ്രീരത്നം കൊണ്ട് ലക്ഷാർച്ചന നടത്തണം എന്നാണ്. അതിൻ്റെ വൈദിക വിധികൾ ഞാൻ പറയാൻ ആളല്ലല്ലോ. ഞാൻ എന്തായാലും ഈ വിഷയം തന്ത്രിയുടെ മുഖതാവിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മഹാദേവൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നടത്തുകയും ചെയ്യാം. അതിന് ട്രസ്റ്റി ബോർഡിന് തടസ്സമില്ല എന്നും കൂടി അഭ്യർത്ഥിക്കും.